أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الذين آمنوا اجتنبوا كثيرا من الظن إن بعض الظن إثم ولا تجسسوا ولا يغتب بعضكم بعضا أيحب أحدكم أن يأكل لحم أخيه ميتا فكرهتموه واتقوا الله ഇന്നല്ലാഹ തവ്വാബുർ റഹീം. അല്ലയോ വിശ്വസിച്ചവരെ, അധികം ഊഹിക്കുന്നത് വർജിക്കുക. എന്തുകൊണ്ടെന്നാൽ ചില ഊഹങ്ങൾ കുറ്റമാകുന്നു. ചുഴിഞ്ഞന്വേഷിക്കരുത്. ആരും ആരെക്കുറിച്ചും പരദൂഷണം പറയരുത്. നിങ്ങൾ ആരെങ്കിലും മരിച്ച സഹോദരന്റെ മാംസം തിന്നാൻ ഇഷ്ടപ്പെടുമോ? നിങ്ങൾ അത് വെറുക്കുകയാണല്ലോ. അള്ളാഹുവിനോട് ഭക്തി പുലർത്തുവിൻ. അള്ളാഹു വളരെ പശ്ചാത്താപം കൈക്കൊള്ളുന്നവനും ദയാപരനുമാകുന്നു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ റസൂലിൽ അമീൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. റബ്ബി ഇശ്റഹ് ലി സദ്രി വയസ്സിർ ലി അംരി വഹ്ലുൽ ഉഖ്ദതം മിൻ ലിസാനി യഫ്ഖഹു ഖൗലി. പ്രിയപ്പെട്ടവരെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. കുറച്ച് പ്രയാസങ്ങൾ കൊണ്ട് ഇന്ന് സൂറത്തുൽ ബഖറ തുടരാൻ കഴിഞ്ഞിട്ടില്ല. അപ്പൊ അതിന് പകരമായിട്ടാണ് സൂറത്തുൽ ഹുജറാത്തിലെ വളരെ പ്രസക്തമായ ഒരായത്ത്. അതായത് സൂറത്തുൽ ഹുജറാത്ത് എന്ന് പറയുന്നത് സത്യവിശ്വാസികളോട്, അതായത് യാ അയ്യുഹല്ലദീന ആമനു, വിശ്വസിച്ചവരെ എന്ന് പറഞ്ഞിട്ട് പടച്ചവൻ സത്യവിശ്വാസികളെ സംസ്കരിക്കുന്ന ഒരുപാട് കാര്യങ്ങൾ അടങ്ങുന്ന സൂറത്താണ് സൂറത്തുൽ ഹുജറാത്ത്. അതിൽ ഒരു ആയത്തിൽ തന്നെ ഇതൊരൊറ്റ ആയത്താണ്, 12-ാമത്തെ. ഇതിൽ തന്നെ കുറെ കാര്യങ്ങൾ അള്ളാഹ് പറയുന്നുണ്ട്. അതായത് സത്യവിശ്വാസികൾ ഇസ്ലാമിലേക്ക് വന്നതിന് ശേഷം പല പല കൾച്ചറിൽ നിന്നാണ് അന്ന് അല്ലെ മദീനയിൽ ഉണ്ടായിരുന്ന സത്യവിശ്വാസികൾ എന്ന് പല ഗോത്രങ്ങളിൽ നിന്നായിട്ട് പല ജാഹിലിയ സ്വഭാവം ഉണ്ടായിരുന്ന അവര് ഇസ്ലാം എന്ന കുടക്കീഴിലേക്ക് വന്നു ചേർന്നപ്പോ അവർ തമ്മിൽ ഇടപഴകുമ്പോൾ ഒരുപാട് വിഷയങ്ങൾ ഉണ്ടായിരുന്നു. അപ്പൊ അവർക്കിടയിലുള്ള ബന്ധങ്ങളെ ഊഷ്മളമാക്കാൻ ഒരുപാട് സംസ്കരണത്തിന്റെ ആയത്തുകളുടെ ആവശ്യം ഉണ്ടായിരുന്നു അവിടെ. കാരണം അല്ലെങ്കിൽ ബന്ധങ്ങൾ ഊഷ്മള അല്ലെങ്കിൽ അവിടെ മറ്റു പ്രവർത്തനങ്ങളും ഇസ്ലാം വളരെ ബുദ്ധിമുട്ടാണ്. ആഭ്യന്തര വിഷയങ്ങളും പ്രശ്നങ്ങളും ഉണ്ടാകുമ്പോൾ മറ്റു പ്രവർത്തനങ്ങൾ പുറമേയുള്ള കാര്യങ്ങളിലേക്ക് ശ്രദ്ധ ഊന്നാൻ കഴിയില്ല. അപ്പൊ ഇവരെ സംസ്കരിച്ചെടുക്കുക എന്നുള്ള വലിയൊരു ഉത്തരവാദിത്തം പ്രവാചകന് മദീനത്തിൽ എത്തിയിട്ടുണ്ടായിരുന്നു. അപ്പൊ അതുമായി ബന്ധപ്പെട്ടുള്ള ഒരുപാട് ആയത്തുകളാണ് മദനി സൂറകളിൽ പൊതുവെ ഇതുപോലെ വിശ്വാസികളെ എന്ന് വിളിച്ചിട്ട് സംസ്കരണത്തിന്റെ ഒരുപാട് നിയമനിർദ്ദേശങ്ങൾ കൊടുക്കുന്ന ആയത്തുകളാണ് മദനി സൂറകളിൽ കാണുക. എന്നാൽ മക്കി സൂറകളിലൊക്കെ പൊതുവെ പരലോകമില്ല എന്ന് പറഞ്ഞ ആളുകൾക്കും നിഷേധികൾക്കും ശിർക്ക് ചെയ്യുന്നവർക്കും ഒക്കെ തൗഹീദിനെ കുറിച്ചൊക്കെയുള്ള അവരെ അള്ളാഹുവിലേക്കും പരലോകത്തിലേക്കും കൊണ്ടുവരുന്ന തരത്തിലുള്ള ആയത്തുകളാണ് മക്കയിൽ ഇറങ്ങിയ സൂറത്തുകളിൽ കാണാൻ കഴിയുക. ഇപ്പൊ ഖിയാമത്ത് നാളിനെ കുറിച്ചും പേടിപ്പെടുത്തുന്ന ഒരുപാട് വിശ്വാസപരമായ കാര്യങ്ങളിലേക്ക് ജനങ്ങൾ. എന്നാൽ മദീനത്തിൽ എത്തുമ്പോൾ നേരെ തിരിച്ച് ഞാൻ പറഞ്ഞ പോലെ തന്നെ സംസ്കരണത്തിന്റെയും നിയമങ്ങളുടെയും ആയത്തുകൾ. അപ്പൊ അതിൽപ്പെട്ട ഒരു വലിയൊരു നല്ലൊരു ആയത്ത്, പ്രത്യേകിച്ച് സ്ത്രീകളായ നമുക്ക് അറിഞ്ഞിരിക്കേണ്ട ഒരു ആയത്താണ് ഈ 12-ാമത്തെ ആയത്ത്. അപ്പോ ഈ ഒരു ആയത്തിൽ അള്ളാഹ് പറയുന്നത്, അല്ലയെ വിശ്വസിച്ചവരെ, യാ അയ്യുഹല്ലദീന ആമനു. ഇതിൽ വാക്കർത്ഥം പറയാണ്, യാ അയ്യുഹല്ലദീന ആമനു, വിശ്വസിച്ചവരെ അള്ളാഹ് വിളിക്കുകയാണ്. ഇജ്തനിബൂ, നിങ്ങൾ വർജിക്കുക, നിങ്ങൾ ഒഴിവാക്കുക. നിങ്ങൾ എന്താണ് ഒഴിവാക്കേണ്ടത്? കസീറം മിനദ്ദന്ന്, ഊഹങ്ങളിൽ അധികവും നിങ്ങൾ ഒഴിവാക്കുക. കസീർ ധാരാളമായിട്ടുള്ള, അധികമായിട്ടുള്ള, മിനദ്ദന്ന് ഊഹത്തിൽ നിന്നുള്ള അധികവും നിങ്ങൾ ഒഴിവാക്കേണ്ടതാണ്. കാരണം ഇന്ന ബഅദദ്ദന്നി ഇസ്മ. ഇന്ന കസീർ എന്ന് പറഞ്ഞ ധാരാളം, മിന എന്ന് പറഞ്ഞ ഫ്രം, അദ്ദന്ന് ഊഹം. ദൊന്ന് എന്നുള്ള വിചാരം എന്നൊക്കെ അർത്ഥം ഉണ്ട് അല്ലെ. എന്നുള്ളതാണ് വിചാരിക്കുക, ഊഹിക്കുക എന്നുള്ളതിനും പറയും.
അപ്പോ ഈ ഇന്ന കസീറം മിനദ്വന്ന് ഊഹത്തിൽ അധികവും. കാരണം ഇന്ന തീർച്ചയായും ദ്വന്നിൽ ചിലത്, ബാദ് ചിലത് അല്ലെങ്കിൽ കുറച്ച്, ദ്വന്നി ഊഹം അല്ലെങ്കിൽ വിചാരങ്ങളിൽ കുറച്ച്, തീർച്ചയായും വിചാരങ്ങളിൽ കുറച്ച് എന്താണ് ഇസ്മാണ്, കുറ്റമാണ്. അതായത് എല്ലാ വിചാരങ്ങളും കുറ്റമാണ് എന്നല്ല പറഞ്ഞത്. മറിച്ച് നിങ്ങളാ ഊഹിക്കുന്നതില് ചിലതൊക്കെ കുറ്റകരമാണ്, കുറ്റമാണ് നിങ്ങൾ ചെയ്യുന്നത്. ഊഹമാന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, നമ്മൾ മനസ്സിൽ ഊഹിക്കുകയാണത്. ഇങ്ങനെ ആയിരിക്കും, ഇങ്ങനെ ആയിരിക്കും. പക്ഷെ അതില് അത് കുറ്റകരമായ ഊഹങ്ങൾ അതിലുണ്ട് എന്നർത്ഥം. പിന്നെ രണ്ടാമത്തെ കാര്യം പറയുന്നു, വലാ തജസ്സസു. വ ആൻഡ് ലാ നോ അരുത്, തജസ്സസു ചുഴിഞ്ഞന്വേഷിക്കരുത്. ചുഴിഞ്ഞ് അന്വേഷണം അറിയാലോ അല്ലെ. ഒരു കാര്യം അറിഞ്ഞാൽ പിന്നെ അതിന്റെ അപ്പുറം ചോദിച്ച്, അതിന്റെ അപ്പുറം ചോദിച്ച്, അതിന്റെ എല്ലാം ഇങ്ങ് പുറത്തറിഞ്ഞാലേ നമുക്കൊരു സമാധാനം കിട്ടുള്ളൂ. അതാണ് ചുഴിഞ്ഞ് അന്വേഷിക്കുക എന്ന് പറയുന്നത്. പുറമറിഞ്ഞാലും നമുക്ക് അതിനെ കൊണ്ടൊരു വലിയ കാര്യമൊന്നും ഉണ്ടാവില്ല, എന്നാലും നമുക്കൊരു മനസ്സിന് ഒരു അസ്വസ്ഥതയാണ് അത് മുഴുവൻ അറിയാതിരുന്നു കഴിഞ്ഞാൽ. അപ്പൊ വലാ തജസ്സസു, നിങ്ങൾ രഹസ്യങ്ങൾ മറ്റുള്ളവര് വെളിപ്പെടുത്താൻ ആഗ്രഹിക്കാത്ത കാര്യങ്ങൾക്ക് രഹസ്യം എന്ന് പറയാം, അവരുടെ സീക്രറ്റ് ആണ്. അതിങ്ങനെ അന്വേഷിച്ച് ചുഴിഞ്ഞരുത്. പിന്നെ മൂന്നാമത് പറയുന്നു, നിങ്ങൾ ചിലരെ പറ്റി പരദൂഷണം പറയരുത്. വ ആൻഡ് ല അരുത്, പരദൂഷണം പറയുക. നിങ്ങൾ ബാദുക്കും, നിങ്ങളിൽ ചിലർ, ബാദു എന്ന് പറഞ്ഞാൽ ചിലർക്കും, നിങ്ങൾ ബാദുക്കും, നിങ്ങളിൽ ചിലർ, ബാദ ചിലരെ കുറിച്ച്, എല്ലാവരും ചിലർ ഒരാളെ മറ്റൊരാളെ കുറിച്ച് പരദൂഷണം പറയരുത്. എന്നിട്ട് അള്ളാഹ് അതിന് എക്സ്പ്ലനേഷൻ പറയുന്നത് എന്താണ്? പരദൂഷണം പറയരുത് എന്ന് പറഞ്ഞാൽ അതിന് കണക്ട് ചെയ്ത് പറയുന്നത് എന്താ വെച്ചാൽ, നമ്മളോട് ചോദിക്കുന്ന ഒരു ചോദ്യം, നിങ്ങൾ അങ്ങനെ പരദൂഷണം പറയുന്നവരാണെങ്കിൽ അയുഹിബ്ബു അഹദുക്കും അയുഹിബ്ബു അല്ല ചോദിക്കാണ്, ആണോ, യുഹിബ്ബു അവൻ ഇഷ്ടപ്പെടുമോ, അഹബ്ബ യുഹിബ്ബു അവൻ ഇഷ്ടപ്പെടുമോ, അല്ലെങ്കിൽ ഒരാൾ ഇഷ്ടപ്പെടുമോ, അയുഹിബ്ബു ഒരുവൻ ഇഷ്ടപ്പെടുമോ, അഹദുക്കും നിങ്ങളിൽ ഒരുവൻ ഇഷ്ടപ്പെടുമോ, അഹദുക്കും എന്നാണ് നിങ്ങളിൽ ഒരുവൻ, യുഹിബ്ബു അവൻ ഇഷ്ടപ്പെടുന്നു, ആണോ. അപ്പൊ അയുഹിബ്ബു അഹദുക്കും നിങ്ങളിൽ ഒരാൾ ഇഷ്ടപ്പെടുമോ, എന്തിന്, അയ്യക്കുല, അക്കല യക്കുലു എന്നാണ് വാക്ക്. അക്കല തിന്നു, യക്കുലു തിന്നുന്നു, അയ്യക്കുല ആൻ. അപ്പൊ അയ്യക്കുല തിന്നാൻ ഇഷ്ടപ്പെടുമോ. ലഹ്മ് എന്ന് പറഞ്ഞാല് മാംസം. ഇവിടെ നമ്മൾ പൊതുവെ പറയുന്നുണ്ടല്ലേ, ലഹ്മ് എന്ന് പറയുന്നത് ചിക്കന് ദജാജ് എന്നാ പറയാ ഇവിടെ. ലഹ്മ് എന്ന് പറഞ്ഞാല് പൊതുവെ ബീഫിനൊക്കെ പറയുന്നതാണ് ഇവിടെ ലഹ്മ്. പക്ഷെ പൊതുവെ ഇറച്ചിക്ക് ലഹ്മ് എന്നാ പറയാ. അപ്പൊ ലഹ്മ് എന്ന് പറഞ്ഞ ഇറച്ചി അല്ലെങ്കിൽ മാംസം, അഹീഹി അവന്റെ, അഹിന്റെ സഹോദരന്റെ, അഹ് എന്ന് പറഞ്ഞ സഹോദരൻ, ഹി അവന്റെ. അപ്പൊ അവന്റെ സഹോദരന്റെ മാംസം തിന്നാൻ അയുഹിബ്ബു അഹദുക്കും നിങ്ങളിൽ ആരെങ്കിലും ഇഷ്ടപ്പെടുമോ. അത് എങ്ങനത്തെ മാംസമാണ്? മൈത്തൻ മരിച്ചു കിടക്കുന്ന സഹോദരനാണ്. സാധാരണ ജീവിച്ചിരിക്കുന്ന പച്ച ഇറച്ചിയല്ല പറയുന്നത്, മറിച്ച് അവൻ മരിച്ചു കിടക്കവേ അവന്റെ മയ്യത്തായിട്ടുള്ള ആ ശരീരത്തിൽ നിന്നുമുള്ള ഇറച്ചി കഴിക്കാൻ നിങ്ങൾ ഇഷ്ടപ്പെടുമോ. എന്നിട്ട് അള്ളാഹ് പറയാണ്, അപ്പോൾ കരിഹ വെറുത്തു, ഹെയ്റ്റ് വെറുക്കുക എന്നുള്ള, കരിഹ യക്റഹു കരിഹ്തുമും, കരിഹ്തും എന്ന് പറഞ്ഞാൽ നിങ്ങൾ വെറുത്തു, കരിംതുമൂഹു നിങ്ങൾ അതിനെ വെറുക്കുന്നു. ഏതിനെ? ആ ഒരു മേലെ പറഞ്ഞ സംഗതിയെ, അതായത് ഇറച്ചി തിന്നതിന് നിങ്ങൾ വെറുക്കുന്നു. അപ്പോൾ അപ്പൊ നിങ്ങളാണെങ്കിൽ അതിനെ വെറുക്കുന്നുണ്ട്. അതായത് അങ്ങനെ ഒരു ഇറച്ചി, ഒരു മരിച്ചു കിടക്കുന്ന ശവത്തിന്റെ ഇറച്ചി തിന്നുന്ന ആലോചിക്കുമ്പോൾ തന്നെ നമുക്ക് വെറുപ്പ് തോന്നുന്നുണ്ട് അല്ലേ. കരിസ്തുമൂ. അപ്പൊ അള്ളാഹ് പറയാണ്, നിങ്ങൾ പരദൂഷണം പറയുന്നത് ഇങ്ങനെയാണ്, നിങ്ങൾ ഒരാളുടെ ഇറച്ചി തിന്നുന്ന പോലെയാണ്, നിങ്ങൾ തന്നെ സ്വയം വെറുക്കുന്ന ഒരു കാര്യമാണ്. എന്നിട്ട് അള്ളാഹ് പറയാണ്, വത്തഖുല്ലാഹ് നിങ്ങൾ അള്ളാഹുവിനെ സൂക്ഷിക്കുക. ആൻഡ് ഇത്തഖൂ നിങ്ങൾ സൂക്ഷിക്കുക അള്ളാഹുവിനെ. ഇന്നല്ലാഹ തീർച്ചയായും അള്ളാഹു, തീർച്ചയായും അള്ളാഹു തവ്വാബാണ്, റഹീമാണ്. തവ്വാബ് എന്നാണ് പശ്ചാത്താപം സ്വീകരിക്കുന്നവൻ, റഹീം കാരുണ്യവാൻ അല്ലെങ്കിൽ ദയാപരൻ. ഈ ആയത്തിന്റെ അർത്ഥം ഒന്നുകൂടി പറയാം. യാ അയ്യുഹല്ലദീന ആമനൂ വിശ്വസിച്ചവരെ, വിശ്വസിച്ചവരെ, ഇജ്തനിബൂ നിങ്ങൾ വർജിക്കുക, കസീറം മിനദ്ദന്ന് ഊഹങ്ങളിൽ അധികവും നിങ്ങൾ വർജിക്കേണ്ടതാണ്. ഇന്ന ബഅദദ്ദന്നി ഇസ്മ് കാരണം ഊഹങ്ങളിൽ ചിലവ തെറ്റാണ്, കുറ്റമാണ്, ഇസ്മാണ്. വലാ തജസ്സസു നിങ്ങൾ എന്ത് ചെയ്യരുത്, ചുഴിഞ്ഞന്വേഷിക്കരുത്. ലാ തജസ്സസു നിങ്ങൾ ചുഴിഞ്ഞന്വേഷിക്കരുത്, രഹസ്യം ചുഴിഞ്ഞന്വേഷിക്കരുത്.
വലാ യഗ്തബ് ബഅദുക്കും ബഅദ, നിങ്ങളിൽ ചിലർ ചിലരെ കുറിച്ച് പരദൂഷണം പറയരുത്. ലാ, എന്നിട്ട് അള്ളാഹ് ചോദിക്കാണ് അയ്യുഹിബ്ബു അഹദുക്കും, നിങ്ങളിൽ ആരെങ്കിലും ഇഷ്ടപ്പെടുമോ അൻ യഅകുല, തിന്നാൻ, ലഹ്മ അഖീഹി, അവന്റെ സഹോദരന്റെ ഇറച്ചി, മൈത്തൻ, മരിച്ചതായ, ഫകരിഹ്തുമൂഹു, അപ്പോൾ കരിഹ, വെറുത്തു, കരിഹ്തും, നിങ്ങൾ വെറുക്കുന്നു, ഹു, അതിനെ, ഏതിനെ, ഈ ഇറച്ചി തിന്നതിനെയാണ് പറയുന്നത്. വത്തഖുല്ലാഹ്, നിങ്ങൾ അള്ളാഹുവിനെ സൂക്ഷിക്കുക. ഇന്നല്ലാഹ, തീർച്ചയായും അള്ളാഹു തവ്വാബാണ്, റഹീമാണ്. വളരെ പ്രസക്തമായ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ഉപകാരപ്പെടുന്ന, നമ്മുടെ ജീവിതത്തിൽ പാലിക്കേണ്ട, നമുക്ക് പാലിച്ചാൽ ഒരുപാട് സമാധാനം കിട്ടുന്ന, നമ്മൾ ഒരുപാട് തെറ്റുകളിൽ നിന്ന് നമുക്ക് മുക്തി കിട്ടുന്ന ഒരു ആയത്താണിത്. അതായത് ഇത് ജീവിതത്തിൽ പാലിച്ചാൽ, ഈ ഒരൊറ്റ ആയത്ത് ജീവിതത്തിൽ പാലിച്ചാൽ, പാലിക്കാൻ പറ്റിയാൽ നമുക്ക് ഒരുപാട് തിന്മകളുടെ കൂമ്പാരത്തിൽ നമുക്ക് ഒഴിഞ്ഞു നിൽക്കാൻ പറ്റും. പക്ഷെ അത് പാലിക്കുക എന്ന് പറയുന്നത് അത്ര എളുപ്പമല്ല, വളരെ പ്രയാസം. ഇതിൽ അള്ള ഒരു കാര്യമല്ല പറഞ്ഞു, 3 കാര്യം പറഞ്ഞു. 3 നമ്മുടെ ജീവിതത്തിൽ സ്ഥിരമായി നമ്മൾ അറിയാതെ ചെയ്തുകൊണ്ടിരിക്കുന്ന തെറ്റുകളിൽ പെട്ടതാണ് ഈ 3 കാര്യവും, അല്ലെ? അറിഞ്ഞോ അറിയാതെയോ നമ്മുടെ ജീവിത സാഹചര്യങ്ങൾ കൊണ്ടും നമ്മുടെ സമൂഹത്തിന്റെ ഒരു കിടപ്പൊക്കെ ആ രീതിയിലാണ്. അതുകൊണ്ട് നമ്മളും അതിൽ പെട്ടു പോവുകയാണ് ചെയ്യുന്നത്. അല്ലാത്തൊരു ശുദ്ധമായ സമൂഹത്തിൽ എഴുതുമ്പോൾ നമ്മളും ചിലപ്പോൾ ഒരുപക്ഷെ അതിൽ നിന്ന് വിട്ടുമാറിയേക്കാം. എന്നിട്ട് ആദ്യമായി അള്ള പറയുന്നത്, അല്ലയോ വിശ്വസിച്ചവരെ, അധികം മോഹിക്കുന്ന വർജിക്കുക എന്നാ പറഞ്ഞത്. ആദ്യം അധികം മോഹിക്കുന്നത് വർജിക്കുക. എന്തുകൊണ്ടെന്നാൽ ചില ഊഹങ്ങൾ കുറ്റമാകുന്നു. അപ്പൊ ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, എല്ലാ ഊഹങ്ങളും തെറ്റല്ല. ഊഹിക്കരുത് എന്നുള്ള പറഞ്ഞിട്ടില്ലല്ലോ, ഊഹിക്കരുത് എന്ന് പറഞ്ഞിട്ടില്ല. മറിച്ച് നിങ്ങൾ ഊഹങ്ങൾ വർജിക്കുക. കാരണം ചില ഊഹങ്ങൾ തെറ്റ. പൊതുവെ ഊഹിച്ചെടുക്കുന്ന സ്വഭാവം നിങ്ങൾ ഒഴിവാക്കുക. പക്ഷെ നല്ല ഊഹങ്ങളും നമ്മളിൽ വരികയാണെങ്കിൽ അതിൽ തെറ്റൊന്നുമില്ല, നല്ല ഊഹങ്ങളും ഉണ്ട്. അത് ഞാൻ എക്സ്പ്ലനേഷനിൽ പറയാം. പക്ഷെ പൊതുവെ നമ്മൾ ഊഹിക്കുന്ന വർജിക്കുക. കാരണം അധിക ഊഹങ്ങളും നമ്മൾ തെറ്റായിട്ടാ ഉണ്ടാവാം. ചില ഊഹങ്ങൾ, അപ്പൊ ഊഹിക്കുക എന്ന സ്വഭാവം പൊതുവെ ഉള്ളവര് അതങ്ങ് ഒഴിവാക്കിയാൽ ഒരുപാട്, ഒന്നിനെ കുറിച്ച് ഊഹിച്ച് പറയേണ്ടതില്ല. ഊഹിക്കണം. നമ്മൾ വ്യക്തമായ ഒരു ഉത്തരം കിട്ടുന്ന, കണ്ടതും കേട്ടതും മാത്രം നമ്മളുടെ വ്യക്തത ഉള്ളത് പറയാ. ഊഹങ്ങൾ വരുമ്പോ നമുക്ക് അള്ളാഹു ആലം, അതൊരു പക്ഷെ അങ്ങനെ ആയിരിക്കും, അള്ളാഹു ആലം, നമുക്കല്ലേ അങ്ങനെ പറഞ്ഞു വിടാൻ പറ്റുമെങ്കിൽ അതാണ് നല്ലത്. ഇവിടെ ഇത് ഊഹിക്കുന്ന ചിത്രങ്ങളാണ് ഞാൻ കൊടുത്തത്. ഇതില് തഫ്സീറിൽ പറയുന്ന 2-3 കാര്യമുണ്ട് നല്ല ഊഹങ്ങൾ പറയുന്നത്. നല്ല ഊഹങ്ങളിൽ പെട്ടതാണ് ധാർമ്മിക വീക്ഷണത്തിൽ അങ്ങേയറ്റം അഭിലഷണീയവും മതത്തിന്റെ കാഴ്ചപ്പാടിൽ ആവശ്യവും പ്രശംസനീയവുമായ ഒരു ഇനം ഊഹമുണ്ട്. അതെങ്ങനെയാന്ന് വെച്ചാൽ, ഉദാഹരണമായിട്ട് അള്ളാഹുവിനെയും അവന്റെ ദൂതനെയും വിശ്വാസികളെയും സംബന്ധിച്ചുള്ള നല്ല ഭാവന, സദ്ഭാവന. അതുപോലെ നാം ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുന്ന തെറ്റിദ്ധാരണ വെച്ചു പുലർത്താൻ ന്യായമില്ലാത്ത ആളുകളെ കുറിച്ച് സദ്വിചാരം. മനസ്സിലായില്ല? അതായത് നമ്മൾ അള്ളാഹിനെ റസൂലിനെ കുറിച്ച് എപ്പോഴും നല്ലത് ഊഹിക്കുക എന്നുള്ളത് നല്ല സ്വഭാവമാണ്. ഇപ്പൊ ഒരാൾ അള്ളാഹിനെ കുറിച്ച് ഇങ്ങനെ പറയണം, അള്ള എനിക്ക് ഉത്തരം തരുന്നില്ല, അള്ളാഹിനെ കുറിച്ച് അവരിങ്ങനെ നിരാശയുടെ സംസാരിക്കും. നമ്മൾ അവർക്ക് കറക്റ്റ് ചെയ്ത് കൊടുക്കാം. അള്ള അങ്ങനെയല്ല, അതുകൊണ്ടായിരിക്കും, നിനക്ക് ഹൈറായത് കൊണ്ടായിരിക്കും ഇങ്ങനെ തന്നത്, അങ്ങനെ നമ്മൾ ഊഹിച്ച് പറയുക തന്നെയാണ് അള്ളാഹിനെ കുറിച്ച്. പക്ഷെ അള്ളാഹിനെ കുറിച്ച് നമ്മൾ ഊഹിക്കുന്നത് എന്താണ്? നല്ലതാണ്. അള്ളാഹിനെയും റസൂലിനെയും കുറിച്ച് നമുക്കുള്ളിൽ ഒരു സദ്ഭാവന ഉണ്ടല്ലേ, നല്ല ഭാവന, നല്ലതേ ചെയ്യൂ. റസൂലിന്റെ ഉമ്മത്തിനു വേണ്ടി. ഇപ്പൊ ഇതിനു മുന്നേ ഒരു തഫ്സീർ വായിച്ച സമയത്ത് സൂറത്ത് അഹ്സാബിലുണ്ട്, നിങ്ങളെക്കാളും അന്നബിയു ഔലാ ബിൽ മുഅ്മിനീന മിൻ അൻഫുസിഹിം. നബി എന്ന് പറയുന്നത് സത്യവിശ്വാസികൾ അവരെക്കാളും വലുതായിരിക്കണം നബിനോടുള്ള സ്നേഹം. വസ്വാജുഹു ഉമ്മഹാത്തും, റസൂലിന്റെ ഭാര്യമാരാണെങ്കിൽ എന്തായിരിക്കും? ഉമ്മമാരെ പോലെയാണ്. നമ്മൾ ഉമ്മഹാത്തുൽ മുഅ്മിനീങ്ങളുടെ ഉമ്മമാരെ പോലെയാണ്. അപ്പൊ ഈ റസൂലിനെ സ്വന്തത്തെക്കാളും സ്നേഹിക്കുക എന്ന് പറയുന്നത് കാരണം എന്തുകൊണ്ടാന്ന് വെച്ചാല്, അതിൽ പറഞ്ഞ എക്സ്പ്ലനേഷൻ വളരെ നല്ലൊരു പോയിന്റ് ആയിരുന്നു. അതായത് എന്തുകൊണ്ട് സ്വന്തം പിതാവിനേക്കാളും മാതാവിനേക്കാളും മക്കളെക്കാളും സഹോദരനേക്കാളും നിങ്ങൾ റസൂലിനെ സ്നേഹിക്കുന്നത് വരെ നിങ്ങൾ മുസ്ലിം ആവുകയില്ല എന്നുള്ള ഒരു ഹദീസ് തന്നെ ഉണ്ട്, അല്ലെ? നിങ്ങൾ അതുവരെ അങ്ങനെ അതിനേക്കാൾ നിങ്ങൾക്ക് റസൂലിനെ ഇഷ്ടപ്പെടുന്നവരെ നിങ്ങൾ മുസ്ലിം ആവുകയില്ല എന്നുള്ള ഒരു ഹദീസ്. അതുപോലെ തന്നെയാണ് ആയത്തുകൾ അങ്ങനെ ആവണം എന്നുള്ള ആയത്താണ് അഹ്സാബിൽ പറയുന്നത്. അപ്പൊ അതില് എക്സ്പ്ലനേഷൻ പറഞ്ഞത് എന്താന്ന് വെച്ചാല്, ഈ മാതാപിതാക്കളും മക്കൾ ഇതൊക്കെ നമ്മളെ കുടുംബക്കാര് നമ്മളെ ഒരു പക്ഷേ തിന്മയിലേക്ക് കൊണ്ടുപോകാം. നമ്മളെ പരലോക നഷ്ടത്തിന് വരെ ഈ കുടുംബം നമുക്ക് കാരണമായേക്കാം.
സൂറത്ത് തഗാബുനിലൊക്കെ ലാസ്റ്റ് പറയുന്നില്ലേ, അയ്യുല്ലദീന ആമനു ഇന്നമാ അംവാലുക്കും ഔലാദുക്കും ഫിത്ന എന്നൊക്കെ പറഞ്ഞിട്ട് നിങ്ങളെ മക്കളും നിങ്ങളുടെ ധനവും ഒക്കെ നിങ്ങൾക്ക് ഫിത്നയാവാം. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇന്നമിൻ അസ്വാജിക്കും ഔലാദിക്കും അദുവ്വലക്കും, നിങ്ങളുടെ ഇണകളിലും നിങ്ങളുടെ മക്കളിൽ നിങ്ങൾക്ക് ശത്രുക്കൾ ഉണ്ടായേക്കാം. എന്താണ് അതൊക്കെ പറയുന്നത്? നമ്മള് അവരെ റസൂലിനെക്കാട്ടിൽ അപ്പുറം സ്നേഹിച്ചു കഴിഞ്ഞാല് ഒരുപക്ഷെ അവര് നമ്മളെ തിന്മയിലേക്ക് നരകത്തിലേക്ക് കൊണ്ടുപോയേക്കാം. അതൊരു വളരെ സത്യമാണല്ലോ അല്ലെ? മക്കളെയും നമ്മളെ ഇണകളും റസൂലിനെക്കാളും വലുതായി കഴിഞ്ഞാൽ എന്താവും? റസൂല് പറഞ്ഞ ഒരു കാര്യം അവർ ചെയ്യണ്ട, അങ്ങോട്ട് പോണ്ട, അതിപ്പോ ചെയ്യണ്ട ഇല്ല എന്ന് പറയുമ്പോൾ നമ്മൾ അവരെ അനുസരിച്ച് പോകും. അപ്പൊ നമ്മൾ എങ്ങോട്ടാണ് പോകുന്നത്? തെറ്റിലേക്കാണ് പോകുന്നത്. അപ്പൊ അവിടെ പറഞ്ഞ എന്താന്ന് വെച്ചാല്, റസൂല് ഒരിക്കലും തന്നെ റസൂലിന്റെ ഉമ്മത്തിനെ നന്മയിലൊക്കെ അല്ലാതെ നയിച്ചിട്ടില്ല. റസൂല് പറഞ്ഞത്, നമ്മൾ റസൂലിനെ സ്നേഹിക്കുക എന്ന് പറയുന്നത് റസൂല് പറഞ്ഞത് അതുപോലെ ജീവിതത്തില് മറു ചോദ്യം ഇല്ലാതെ അനുസരിക്കുക എന്നുള്ളതാണ്. റസൂലിനെ അത്രയും നമ്മൾ സ്നേഹിക്കണം. റസൂല് പറഞ്ഞതിൽ ഒരു ഡൗട്ട് പോലും നമുക്ക് ഉണ്ടാവില്ല. അതെന്താ അങ്ങനെ പറഞ്ഞത്, അങ്ങനെ പറഞ്ഞാൽ അത് ശരിയാണോ? അങ്ങനെ വേണ്ട, അത് റസൂലാ പറയുന്നത്, അള്ളാന്റെ റസൂലാണ്. അപ്പൊ ആ റസൂലിനെ ഉപാധികളില്ലാതെ നമ്മൾ ഫോളോ ചെയ്യണം. അങ്ങനെ ഫോളോ ചെയ്യുമ്പോൾ നമ്മൾ സ്വർഗത്തിലേക്കാണ് പോവാന്നുള്ളത് ഉറപ്പാണ്, അങ്ങനെ റസൂലിനെ അനുസരിച്ചാൽ. അത്താ അള്ളാഹ് അല്ലെ, റസൂലി എന്നാണ്. അള്ളാന്റെ റസൂലിനെ അനുസരിച്ചാൽ അള്ളാന്റെ റസൂൽ അനുസരിക്കുന്നതിന് തുല്യമാണ്. അപ്പൊ പക്ഷേ നമ്മുടെ മാതാപിതാക്കളോ അല്ലെ നമ്മുടെ മക്കളോ അങ്ങനെ ആവണം എന്നില്ല. മനസ്സിലായില്ലേ? എന്തുകൊണ്ടാണ് ആ ഒരു ഹദീസ് അത്ര പ്രസക്തമാകുന്നത് എന്നാണ് പറഞ്ഞു വരുന്നത്. ചില ആളുകൾക്ക് തോന്നിയേക്കാം, എന്തുകൊണ്ട് എന്റെ കുടുംബത്തെക്കാൾ റസൂലിനെ സ്നേഹിക്കണം എന്ന് പറയുന്നത് എന്തുകൊണ്ടാന്നുള്ള ഒരു ഡൗട്ട് ഉള്ളിൽ ഉണ്ടായേക്കാം. അത് ഇതുകൊണ്ടാണ്. അപ്പൊ ഇവിടെ പറയാൻ കാരണം, അള്ളാഹുവിനെയും റസൂലിനെയും കുറിച്ചുള്ള ഒരു സദ്ഭാവന നമുക്കുണ്ട്. റസൂലും അള്ളയും നമ്മുടെ സ്വർഗത്തിലേക്കാണ് നയിക്കുകയുള്ളൂ എന്നുള്ള 100% ഉറപ്പുള്ള കാര്യം. അപ്പൊ അങ്ങനെയുള്ള ഭാവന വെച്ചിട്ട് നമുക്ക് ഒരു പിന്നെ ഒരു ഇത് ആക്കാം. എന്ത്, ഒരു സംഭവത്തിൽ നമുക്ക് അങ്ങനെ പറയാം. അതുകൊണ്ടായിരിക്കും റസൂൽ അങ്ങനെ പറഞ്ഞതല്ലേ, ഇങ്ങനെ ചെയ്തതല്ലേ, നമുക്ക് അങ്ങനെ നമുക്ക് ഊഹിച്ചുകൊണ്ട് നല്ല ഊഹ നടത്തിക്കൊണ്ട് ആ ഒരു വിഷയത്തിൽ ഇടപെടാം. പിന്നെ ഉള്ളത്, റസൂലിന് തെറ്റിദ്ധാരണ വെച്ചിട്ട് നല്ല ആളുകളെ കുറിച്ച് നല്ലത് ഊഹിക്കാം. അപ്പൊ നമ്മുടെ കൂട്ടുകാരനെ കുറിച്ച് നമുക്ക് നന്നായിട്ട് അറിയാം. അവൾ ഒരിക്കലും കളവ് പറയില്ലെന്നും ആളുകളെ ചതിക്കില്ലെന്നും അമാനത്ത് സൂക്ഷിക്കാത്തവളല്ല എന്നും അവള് നല്ല ആത്മാർത്ഥതയും സത്യസന്ധതയുള്ള ആളാ നമുക്ക് നല്ല ബോധ്യമുണ്ട്. ആ ബോധ്യത്തിന്റെ അടിസ്ഥാനത്തിൽ നമ്മൾ വേറൊരാള് ഇവളെ കുറിച്ച് എന്തെങ്കിലും പറയാണ്, അവളടുത്ത് ഞാനൊരു സാധനം ഏൽപ്പിച്ചിട്ട് അവൾ എനിക്ക് മര്യാദക്ക് തിരിച്ചു തന്നില്ല, അല്ലെങ്കിൽ അവൾ ഇങ്ങനെ പറഞ്ഞു, കള്ളത്തരം പറഞ്ഞു, അവൾ അങ്ങനെ പറഞ്ഞിട്ടുണ്ടോ, അപ്പൊ നമുക്ക് തിരിച്ചു പറയാം, എന്ത്, അവൾ ഒരിക്കലും അങ്ങനെയല്ല. എനിക്കറിയുന്നത് വെച്ചിട്ട്, എനിക്ക് അവളുമായിട്ടുള്ള സാഹചര്യങ്ങളും അനുഭവങ്ങളും വെച്ചിട്ട് എനിക്ക് ഇതുവരെ ഒരു കൈപ്പേറിയ അനുഭവം, ഒരു കള്ളത്തരം പറഞ്ഞതായിട്ടോ ജീവിതത്തിൽ ശുദ്ധത ഇല്ലാത്തതായിട്ടോ എനിക്ക് തോന്നിയിട്ടില്ല. അത് വെച്ചിട്ട് ഞാൻ പറയാണ്, അവളിത് ചെയ്യില്ല. അവൾ അങ്ങനെ എന്തെങ്കിലും കളവ് പറയാൻ കാരണമായിട്ടുണ്ടെങ്കിൽ തന്നെ അതിലൊരു നല്ല ഒരു ബന്ധം ഉണ്ടാവാനോ അല്ലെങ്കിൽ എന്തെങ്കിലും നന്മ വിചാരിച്ചായിരിക്കും അവൾ ചെയ്തിട്ടുണ്ടാവുക. ഇതുപോലെ നമുക്ക് നല്ല ആളുകളെ കുറിച്ച് നല്ല ഊഹിച്ചുകൊണ്ട് മറ്റുള്ളവർ സംസാരിക്കാം. മനസ്സിലായില്ലേ? ഇപ്പൊ നമ്മളിപ്പോ ഒരു സാധനം ഒരാൾ എടുത്തു എന്ന് പറയാം, അവരുടെ വീട്ടിലൊരു സാധനം കാണുന്നില്ല. അപ്പൊ ഒരാൾ വീട്ടിൽ വന്നിപ്പോ പോയി അവളായിരിക്കോ എന്നുള്ളൊരു ഊഹം കൊണ്ട് അവൾ നമ്മളോട് ചോദിക്കാം. നമുക്ക് പറയാം, അവൾ അങ്ങനെ ഒരിക്കലും ചെയ്യാൻ സാധ്യതയില്ല കേട്ടോ, അത് ചിലപ്പോ മക്കൾ ആരെങ്കിലും എടുത്തിട്ട് അങ്ങനെ പോയതായിരിക്കും, അവളടുത്തുനിന്ന് അങ്ങനെ അവൾ എന്തിനാ അത് എടുക്കേണ്ട ആവശ്യം, അവൾക്ക് അതിന്റെ ആവശ്യം. അങ്ങനെ നമുക്ക് ഒരാളെ കുറിച്ച് നല്ലത് ഊഹിച്ചുകൊണ്ട് പറഞ്ഞു കൊടുക്കാം എന്നാണ്. നല്ല ഊഹം കൊണ്ട് ഞാൻ പറഞ്ഞ് നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇനി രണ്ടാമത്തത്, പ്രായോഗിക രംഗത്ത് ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒന്നാണ് രണ്ടാമത്തെ ഇനം ഊഹം. മനസ്സിലായില്ലേ? അതായത് നമുക്കത് പ്രാക്ടിക്കലി അങ്ങനെ ഒരു ഊഹം ആവശ്യമാണ്. ഉദാഹരണം പറയാണ്, കോടതിയിൽ സമർപ്പിക്കപ്പെട്ട സാക്ഷ്യങ്ങൾ പരിശോധിച്ച് മികച്ച അനുമാനത്തെ ആസ്പദിച്ച് തീരുമാനം കൽപ്പിക്കാൻ ജഡ്ജി നിർബന്ധിതനാണ്. മനസ്സിലായില്ലേ? ഇപ്പൊ ജഡ്ജിമാർ എങ്ങനെയാണ് വിധി കൽപ്പിക്കുക? അവർക്ക് കിട്ടിയ സബ്മിറ്റ് ചെയ്യപ്പെട്ട പ്രൂഫുകൾ വെച്ചിട്ട് നോക്കിയിട്ട് അവരൊരു അനുമാനം നടത്തും, അല്ലെങ്കിൽ അനുമാനം നടത്തണം, എന്നാലേ അവിടെ കേസിന് ഒരു വിധി വരുള്ളൂ. അപ്പൊ അതൊരു പ്രായോഗിക തലത്തിൽ നമുക്ക് ആവശ്യമുള്ള അനുമാനം. അത്തരത്തിലുള്ള ഊഹങ്ങൾ ഓക്കെയാണ് എന്നാണ് നമുക്ക് ഒഴിച്ചുകിടാൻ പറ്റാത്ത ഊഹത്തിൽ പെട്ടത്. വെറുതെ ഊഹിക്കുന്നതല്ല, അതൊരു കാര്യത്തിന് വേണ്ടി ഊഹിക്കേണ്ടി വരികയാണ്. മൂന്നാമത്, തെറ്റായതെങ്കിലും ഊഹം തെറ്റാണ്, പക്ഷെ അനുവദനീയവും പാപങ്ങളുടെ ഗണത്തിൽ ഉൾപ്പെടാത്തതുമായ ഊഹമാണ് മൂന്നാമത്തേത്. മനസ്സിലായില്ലേ? ഇപ്പോ തെറ്റാണ്, ബേസിക്കലി അതൊരു ഒറ്റ വാക്കിൽ പറയുമ്പോ ഒരാളെ കുറിച്ച് ഊഹിക്കുന്ന തെറ്റായ ഊഹം ആണ്, പക്ഷെ സ്റ്റിൽ നമുക്കത് പെർമിസിബിൾ ആയ കാര്യമാണ് എന്ന് പറയുന്ന, പെർമിസിബിൾ ആണ്, ഓക്കെയാണ്.
അതായത് ഉദാഹരണമായി ഏതെങ്കിലും വ്യക്തിയുടെയോ വിഭാഗത്തിന്റെയോ സ്വഭാവചര്യങ്ങളിലും പെരുമാറ്റങ്ങളിലും കാണപ്പെടുന്ന വ്യക്തമായ ലക്ഷണങ്ങൾ അയാളെ സദ്വിചാരത്തിന് അർഹനല്ലാതാക്കുകയും മോശക്കാരനെന്ന് കരുതാൻ ന്യായമായ കാരണങ്ങളായിരിക്കുകയും ചെയ്യുക. പിന്നെ ഇത് പിന്നെ അതായത് ഇപ്പൊ നമുക്ക് ഒരാളറിയാം. ഇപ്പൊ എന്താ പറയാ, ഇപ്പൊ നമുക്കറിയാം സോഷ്യൽ മീഡിയയിലൊക്കെ നന്നായി വ്യക്തമായിട്ട് ഒരാളെ കുറിച്ച്, അതായത് എയ്ത്തിസ്റ്റുകൾ, ഇസ്ലാമിനെതിരെ വിഷം ചീറ്റുന്ന ഒരുപാട് മുസ്ലിം നാമധാരികളായ ഒരുപാട് ആള് സോഷ്യൽ മീഡിയയിലുണ്ട്. ഞാൻ പേര് പറയുന്നില്ല, നമുക്കറിയാം, വ്യക്തമാണ്. അപ്പോ നമ്മുടെ മക്കള് പറയാണ് ഞാൻ ഇയാളെ ഫോളോവറാണ്, ഞാൻ ഇന്ന ആളുടെ ഫോളോവറാണ് എന്ന് പറയുമ്പോ നമുക്ക് പറയാം മോളെ അത് പറ്റില്ല, ഇന്നയാള് ഇന്ന രീതിയിൽ ബുദ്ധിമുട്ട് നമ്മുടെ മതത്തിനെതിരെ ചളി വാരി അറിയുന്ന ആളാണ്, അതിനെ ഫോളോ ചെയ്താൽ അപകടത്തിലേക്കാണ് പോവുക എന്ന് ഇയാളെ കുറിച്ച് ഒറ്റ വാക്കിൽ പറയാണ് ഒരാളെ കുറിച്ച് നമ്മൾ മോശം തന്നെയാണ് പറയുന്നത്. പക്ഷേ അതവിടെ പറഞ്ഞില്ലെങ്കിൽ എന്റെ മക്കൾ വഴി തെറ്റുമെന്ന് നമുക്ക് ഉറപ്പാണ്. അപ്പൊ ഇത്രയും വ്യക്തമായ സോഷ്യൽ മീഡിയയിൽ വളരെ ഒരു ഒരു ഇതും ഇല്ലാതെ, എളുപ്പമില്ലാതെ ഇസ്ലാമിനെതിരെ പറയുന്ന ഒരു വ്യക്തിയെ കുറിച്ച് നമ്മൾ പറയാൻ മടിക്കേണ്ട ആവശ്യമില്ല. മക്കളോട് പറയാം, നോക്ക് അതെങ്ങനെയാണ്. അപ്പൊ അതുപോലെ ഒരാളെ കുറിച്ച് മോശമാണ് പറയുന്നെങ്കിലും പക്ഷെ അത് വ്യക്തമാണ്, ആളുകൾ ന്യായമായ കാരണങ്ങൾ കൊണ്ട് ഇതാണ്. പിന്നെ ഇതില് ഇവിടെ പറയുന്നത് എന്താ വെച്ചാല്, ആ ഒരു തഫ്സീർ തന്നെ അവസാനം പറയുന്നത്, ഈ അനുവദനീയമായ ദുർധാരണയുടെ അവസാനത്തെ അറ്റം അയാളിൽ നിന്ന് ഉണ്ടായേക്കുന്ന തിന്മയിൽ നിന്ന് രക്ഷ പ്രാപിക്കുന്നതിന് ആവശ്യമായ സൂക്ഷ്മത കൈക്കൊള്ളുന്നതിൽ ഒതുക്കേണ്ടതാണ്. അതിനപ്പുറം കേവലം ഊഹത്തിന്റെ അടിസ്ഥാനത്തിൽ അയാൾക്കെതിരെ വല്ല നടപടിയും കൈക്കൊള്ളുന്നത് ശരിയായിരിക്കുകയില്ല. എങ്കിലും ഞാൻ നേരത്തെ പറഞ്ഞ കാര്യം വളരെ വ്യക്തമായതുണ്ട്. ഇപ്പൊ ചില ആളുകളെ കുറിച്ച് നമുക്ക് കുറച്ചൊക്കെ അറിയാം, അത്രയും സോഷ്യൽ മീഡിയയിൽ നിന്ന് ഫേമസ് അല്ലെങ്കിലും കുറച്ചൊക്കെ അറിയാം, എങ്കിലും നമ്മൾ എന്ത് ചെയ്യാം, പിന്നെ പറ്റുമെങ്കിൽ സൂക്ഷ്മത പാലിക്കാൻ തന്നെ പരിശ്രമിക്കാം. പക്ഷെ നമ്മളെ നാട്ടിലൊക്കെ പൊതുവേ ഉള്ളൊരു ഇതെന്താന്ന് വെച്ചാല്, ഒരാള് ഒരു കാലത്ത് ഒരു സാധനം കട്ടിട്ടുണ്ടെങ്കിൽ അയാള് കള്ളൻ എന്ന പേര് വന്നാൽ അയാൾ എത്ര അള്ളഹാനോട് പിന്നെ എടുത്താലും ആ കള്ളനല്ലേ എന്ന് ഒറ്റ വാക്കിൽ നമ്മൾ എടുത്തു പറയൂ അല്ലേ. അപ്പൊ ഇവിടെ പറയുന്നത് എന്താന്ന് വെച്ചാൽ അതവിടെ പറയേണ്ട ഒരു ആവശ്യമില്ല. അയാളിപ്പോ നല്ലതായി, കളത്തറയില്ല, അയാൾ ഫുൾ ടൈം പള്ളിയിലാണ്, അയാൾ കുറ്റബോധം ഉണ്ട്, പശ്ചാത്താപം ചെയ്തിട്ടുണ്ട്, എങ്കിലും നമ്മൾ ആ കറുത്ത കുത്ത് നമ്മളുടെ മനസ്സിൽ നിന്ന് പോയിട്ടുണ്ടാവില്ല, അയാൾ ശുദ്ധനായെങ്കിലും. അപ്പൊ അത്തരത്തില് നമ്മൾ ഒരാളെ കുറിച്ച് എത്രമാത്രം ഒഴിവാക്കാൻ പറ്റുമോ ചീത്ത വാക്കുകൾ, അത് ഒഴിവാക്കാൻ തന്നെയാണ് ശ്രമിക്കേണ്ടത്. ഇപ്പൊ വേറെ ചില ആളുകളെ പരിചയപ്പെടുത്തുന്നത് പോലും ഈ മോശം വെച്ചിട്ടായിരിക്കും. അതായത് ഇപ്പൊ ഒരാൾ നമുക്ക് പറഞ്ഞിട്ട് മനസ്സിലാകുന്നില്ല എന്ന് വിചാരിക്കും. ഇപ്പൊ ഇന്ന ഒരു അബ്ദുള്ള, കുറെ അബ്ദുള്ള ഉണ്ട് നാട്ടില്, ഇന്ന അബ്ദുള്ള, നിനക്കറിയില്ലേ അബ്ദുള്ള അന്ന് ആ ഒരു വിഷയത്തിൽ ഇടപെട്ടിട്ട് അയാള് ആ ഒരു കുട്ടീനെ എന്തോ ചെയ്ത്, ആ അബ്ദുള്ള നിനക്കറിയില്ലേ? എടുത്ത പാടെ നമ്മൾ രണ്ടാമത് ഐഡന്റിഫിക്കേഷന് വേണ്ടി കൊടുക്കുന്ന സംഭവം എന്തായിരിക്കും? ഈ അബ്ദുള്ളനെ ഇതായിരിക്കും കൊടുക്കുക. എന്താണ് അതിന്റെ ആവശ്യം? അയാൾ അതൊക്കെ എത്രയോ വർഷങ്ങൾക്ക് മുന്നേ കഴിഞ്ഞു പോയി, അയാൾ അതിൽ നിന്ന് ഇതായി വന്ന് എല്ലാം കഴിഞ്ഞ് അയാൾ ഇതായി പോയതാണ്. പക്ഷെ പിന്നെയും നമ്മൾ പരിചയപ്പെടുത്താൻ ഉപയോഗിക്കുന്ന ആ അബ്ദുള്ളനെ അതാണ്. മനസ്സിലായില്ലേ? ഞാൻ പറഞ്ഞ നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കും. അതായത് എങ്കിലും നമ്മൾ അയാള് ഉണ്ടെങ്കിൽ കഴിയുന്ന അത്ര നമ്മൾ വേറെ നല്ല ക്വാളിറ്റീസ് വെച്ച് പരിചയപ്പെടുത്താൻ നോക്കുക, അല്ലാതെ ആ ചീത്ത ക്വാളിറ്റീനെ എടുത്ത് പരിചയപ്പെടുത്തേണ്ടതില്ല എന്നാണ് പറഞ്ഞു വന്നത്. ഇനി നാലാമത്തേത്, യഥാർത്ഥത്തിൽ കുറ്റകരമായ ഊഹം. അതായത് ശരിക്കും കുറ്റമാണ്, ഈ ഊഹം ചെയ്യാനേ പാടില്ല. ഒരാൾ മറ്റാളെ കുറിച്ച് അകാരണമായി തെറ്റിദ്ധാരണ വെച്ച് പുലർത്തുക, അല്ലെങ്കിൽ മറ്റുള്ളവരെ കുറിച്ച് അഭിപ്രായം രൂപവൽക്കരിക്കുന്നത് എപ്പോഴും മോശമായ ധാരണകളിൽ നിന്നായിരിക്കുക, അല്ലെങ്കിൽ പ്രത്യക്ഷത്തിൽ നല്ലവരും മാന്യരുമെന്ന് മനസ്സിലാക്കുന്ന ആളുകളുടെ പ്രശ്നങ്ങൾ തെറ്റിദ്ധാരണയുടെ അടിസ്ഥാനത്തിൽ കൈകാര്യം ചെയ്യുക. അതുപോലെ തന്നെ ഒരാളുടെ നല്ലതോ ചീത്തയോ ആകാൻ തുല്യ സാധ്യതയുള്ള വാക്കിനെയും പ്രവൃത്തിനെയും തെറ്റായ വിചാരം മൂലം ചീത്തയായി തന്നെ കണക്കാക്കുക എന്നതും കുറ്റകരമാണ്. അതായത് ഇത് വളരെ സീരിയസ് ആണ്. കാരണം ഇത് നമ്മളിൽ നിന്നൊക്കെ വരുന്ന ഒരു സംഭവമാണ്. അതായത് വെറുതെ ഒരാളെ കുറിച്ച് തെറ്റിദ്ധരിച്ച് പറയാ, ഒരാളെ മറ്റാളെ കുറിച്ച് ഒരു കാരണവും ഇല്ലാതെ തെറ്റിദ്ധാരണ വെച്ച് പുലർത്തുക. അയാൾ അങ്ങനെ ആയിരിക്കും, തെറ്റിദ്ധാരണ വെച്ച് അങ്ങനെ കൊണ്ടെടുക്കുകയാണ്, അയാൾ അങ്ങനെയുള്ള ഒരു ഊഹിച്ച് നടക്കുക. നമ്മളെ മനസ്സിൽ അയാളെ കുറിച്ച് മോശമായ ചിന്തയേ ഉള്ളൂ. അല്ലെങ്കിൽ അഭിപ്രായ രൂപവൽക്കരിക്കുമ്പോ, പിന്നെ ഇപ്പൊ ഒരാൾ എന്തെങ്കിലുമൊക്കെ ഒരു വിഷയത്തിൽ പ്രശ്നപ്പെട്ട് നമ്മൾ പറയുമ്പോ അയാള് മുന്നെങ്ങാനും ചെയ്ത ചീത്ത കാര്യങ്ങൾ വെച്ച് ഈ പ്രശ്നത്തിലും നമ്മൾ ഊഹിച്ച് പറയാ. മനസ്സിലായില്ലേ? എപ്പോഴും മോശമായ ധാരണയിൽ നിന്ന് അയാളെ കുറിച്ച് അഭിപ്രായം രൂപവൽക്കരിക്കുക. പിന്നെ വേറെന്താന്ന് വെച്ചാൽ പ്രത്യക്ഷത്തില് നല്ലൊരു മാന്യരുമാണെന്ന് മനസ്സിലാക്കുന്ന ആളുകള് ഒരു പ്രശ്നങ്ങൾ വരുമ്പോ തെറ്റിദ്ധാരണ അടിസ്ഥാനത്തിൽ കൈകാര്യം ചെയ്യുക. അതൊക്കെ മനസ്സിലായല്ലോ? അതായത് അല്ലാതെ മുന്നിൽ ഒരു മനുഷ്യൻ നല്ലതാണ്,
പക്ഷെ അയാളെ കുറിച്ച് എന്തോ തെറ്റിദ്ധാരണ നമുക്കുള്ളിൽ ഉണ്ടായതിന്റെ അടിസ്ഥാനത്തിൽ ആ പ്രശ്നത്തിൽ അയാളെ കുറിച്ച് നമ്മൾ മോശമായിട്ട് പറഞ്ഞിട്ട് ആ വിഷയത്തിൽ അങ്ങനെ കൈകാര്യം ചെയ്യാം. അതായത് വെറും നമ്മളെ മനസ്സിലുള്ള തോന്നലുകളാണ് ഇതൊക്കെ. അയാളെ കുറിച്ച് നമ്മളുടെ തെറ്റിദ്ധാരണ മൂലം നമ്മളുടെ ഉണ്ടായ ആ തോന്നലുകൾ വെച്ചിട്ട് ഇന്ന പ്രശ്നവും പുതിയ പുതിയ പ്രശ്നങ്ങൾ വരുമ്പോഴൊക്കെ അയാളെ വെച്ചിട്ടുള്ള അയാളെ മേലേക്കായിരിക്കും എപ്പോഴും വിരൽ ചൂണ്ടുന്നത്. വേറെ ആളാണ് പ്രശ്നത്തിന് കാരണക്കാരൻ, വിരൽ ചൂണ്ടുന്ന അയാളെ മേത്തായിരിക്കും. നോക്കി നോക്കി ഇതൊക്കെ നമ്മുടെ ജീവിതത്തിൽ നോക്കിക്കഴിഞ്ഞാൽ ശരിക്കും നമ്മളൊക്കെ ചെയ്യുന്ന ഒരു തെറ്റാണ് അല്ലെ. അതുപോലെ തന്നെ ഒരാളുടെ നല്ലതോ ചീത്തയോ ആകാൻ തുല്യ സാധ്യതയുള്ള വാക്കിനെയും പ്രവൃത്തിനെയും തെറ്റായ വിചാരം. അപ്പൊ ഒരാളൊരു വാക്ക് പറഞ്ഞു, ഒരു എക്സാമ്പിൾ പറയാം. ഒരാൾ എന്തോ ഒരു 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 കൂടിയിരുന്നപ്പോ ഒരു കാര്യം പറഞ്ഞു. അപ്പോ നല്ലതോ ചീത്തയോ ആയോ അതിനെ നമുക്ക് അളക്കാവുന്നതാണ്. പക്ഷെ നമ്മൾ അത് ഊഹിച്ചിട്ട് ചീത്തയിലേക്ക് കൊണ്ടുപോവുക. അയാളെ കുറിച്ച് തെറ്റായ വിചാരണ മൂലം ചീത്തയായി തന്നെ കണക്കാക്കാം. അയാളല്ല പറഞ്ഞത്, എന്നാ പിന്നെ ഇങ്ങനെ തന്നെ ആയിരിക്കും. അയാൾ പറഞ്ഞ സെന്റൻസ് വൈസ് അയാൾ ഒരു നല്ല പ്രശ്നമൊന്നുമില്ലാത്ത വാക്കായിരിക്കും. പക്ഷെ അയാളെ കുറിച്ചുള്ള മോശമായ വിചാരം മൂലം അയാളല്ലേ പറഞ്ഞത്, എന്നാ പിന്നെ അങ്ങനെ തന്നെ ആയിരിക്കും. നമ്മൾ അവിടെ ഊഹിച്ച് അത് അതിനെ ഫൈനലി ഡിസിഷൻ അവിടെ എടുത്ത്. നോക്കി നോക്കി എന്തോരം കാര്യങ്ങളാണ് അള്ളാഹ് നമ്മളോട് പറഞ്ഞു തരുന്നത്. അപ്പൊ ഇത് ശരിക്കും കുറ്റകരമായ ഊഹം, തെറ്റാണ് നമ്മൾ ചെയ്യുന്നതെന്നുള്ളതിന്റെ ഒരു ഇതാണ് പറയുന്നത്. അപ്പൊ ഊഹത്തെ കടിഞ്ഞാണില്ലാതെ അഴിച്ചുവിടുക എന്ന ദൈവഭയവും പാരത്രിക വിചാരണയെക്കുറിച്ചുള്ള ബോധവുമില്ലാത്തവരുടെ മാത്രം സ്വഭാവമാണ്. ഊഹങ്ങളെ ഇങ്ങനെ അഴിച്ചുവിടുക. നിങ്ങൾക്ക് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഇടപഴകുന്ന ആളുകളുമായി നമ്മൾ ഇങ്ങനെ നോക്കിയാൽ മതി. ചില ആളുകൾ വെറും ഊഹത്തിൽ ജീവിക്കുന്നവരുണ്ടാവും. ഊഹത്തിൽ ജീവിക്കുക എന്ന് പറയുന്നത് അവര് ആളുകളെ കുറിച്ച് ഊഹിച്ച് തെറ്റായ ഊഹം മാത്രമല്ല, അവര് ഇന്നത്തെ കാര്യം ചെയ്യുന്നത് പോലും ഊഹിച്ചിട്ടായിരിക്കും. ഓ, ഇന്ന ആളിങ്ങ് വരും, ചിലപ്പോ അയാൾ ഇങ്ങനെ അങ്ങ് പറയായിരിക്കും, അപ്പൊ നമുക്ക് ഇതിങ്ങനെ വെക്കണ്ട, ഇതിങ്ങനെ ചെയ്യണ്ട, ഇന്നിങ്ങനെ ഫുഡ് ഉണ്ടാക്കണ്ട, ഇന്നിങ്ങനെ ഫുഡ് ഉണ്ടാക്കി അയാൾ ഇങ്ങനെ വരുമ്പോ ഇന്ന പറയോ പേടിച്ചിട്ട്. ഇയാളെ കുറിച്ച് ഊഹിച്ച് നമ്മളെ ജീവിതം തന്നെ തലയിൽ ഫുള്ള് ഊഹങ്ങളാ. എന്നിട്ട് ആ ഊഹങ്ങൾ കൊണ്ട് നമ്മളെ ജീവിതം തന്നെ ഞെരുങ്ങി ചുരുങ്ങി പോവാണ്. മനസ്സിലായില്ലേ? അപ്പോ നമ്മളിതിനെ എങ്ങനെ ഊഹിച്ച് ജീവിക്കുന്നത്. അങ്ങനെ ഊഹിക്കുന്നവർക്ക് ജീവിക്കാൻ ഭയങ്കര പ്രയാസമാണ്. പലരെ കുറിച്ചും പലതും ഊഹിച്ചിങ്ങനെ ഭയങ്കര ബുദ്ധിമുട്ടായിട്ടാണ് അവരുടെ മനസ്സുണ്ടാവുക. അങ്ങനെ ശുദ്ധമായ മനസ്സോട് എല്ലാരെ പറ്റി നല്ല വിചാരം. ഇപ്പൊ പ്രവാചകൻ പ്രാവശ്യം പറഞ്ഞത്, ഒരു ആളോട് പറഞ്ഞത്, എന്നോട് ആരെ കുറിച്ച് മോശമായി സംസാരിക്കരുത്. കാരണം നമുക്ക് പറഞ്ഞ പ്രവാചകൻ മനസ്സിൽ എനിക്ക് ഒരാളെ കാണുമ്പോ അയാളെ കുറിച്ച് നല്ലത് വിചാരിക്കാൻ പറ്റണം. എല്ലാരെ കുറിച്ചും സദ്ഭാവന പുലർത്താനാണ് പ്രവാചകൻ ആഗ്രഹിക്കുന്നത്. അപ്പോ വെറുതെ മോശമായത് എന്നോട് പറഞ്ഞിട്ട്, ഇപ്പൊ നമ്മളാണെങ്കിലും ഒരാളെ കുറിച്ച് അയാളെ കാണുന്നതിന് മുന്നേ തന്നെ കുറച്ച് മോശമായ കാര്യങ്ങൾ ഉള്ളിലേക്ക് ആരെങ്കിലും ഇട്ട് തന്നാൽ പിന്നെ ഫസ്റ്റ് ടൈം കാണുമ്പോൾ തന്നെ നമ്മുടെ ഉള്ളിൽ എന്താ ഉണ്ടാവുക? ആ, ഇയാളല്ലേ, മനസ്സിലായി, അന്ന് അയാളെ ആദ്യം നമ്മൾ പ്രജുഡൈസ്ഡ് ആവുന്ന പറഞ്ഞ ഇൻഫോർമേഷൻ വെച്ചിട്ടാ ഉണ്ടാവുക. അല്ലാതെ നമുക്ക് അയാളെ പരിചയപ്പെട്ട് നമ്മളോട് നല്ലതാണ് അങ്ങനെ ശുദ്ധമായിട്ട് അങ്ങനെ നിഷ്കളങ്കായിട്ട് പരിചയപ്പെടുമ്പോൾ അയാൾക്ക് ഒരു കുഴപ്പവും ഉണ്ടാവില്ല. പക്ഷെ അത് മറ്റാൾക്ക് ഉണ്ടായ അനുഭവം വെച്ച് അയാൾ ആദ്യേ പറഞ്ഞു തന്നതായിരിക്കാം. അപ്പൊ അതാ പറഞ്ഞ, ആരെ കുറിച്ച് മോശമായ ഒരാൾക്ക് പറഞ്ഞു കൊടുത്ത് പരിചയപ്പെടുത്തരുത്. അത് എന്തോ ഒരു കൈപ്പേറിയ അനുഭവം കൊണ്ട് അത് കഴിഞ്ഞു പോയാൽ നന്നായിട്ടുണ്ടാവാം. അപ്പൊ ഊഹങ്ങൾ ഒരിക്കലും നമ്മൾ അഴിച്ചു വിടരുത്. നമ്മൾ സത്യവിശ്വാസി ആയാണെന്നാണ് ഇതിൽ പറഞ്ഞത്. ഇനി രണ്ടാമത് പടച്ചോൻ പറഞ്ഞ ഈ ആയത്തിൽ പറഞ്ഞത് വലാത്ത ജസ്സസോ, നിങ്ങൾ ചുഴിഞ്ഞന്വേഷിക്കരുത്. ചുഴിഞ്ഞന്വേഷിക്കുക എന്നുള്ള വാക്കിന്റെ അർത്ഥം മനസ്സിലായല്ലോ. ഒരു കാര്യം ഇങ്ങനെ ചോദിച്ച് രഹസ്യം അതിന്റെ എല്ലാം ഫുള്ള് അങ്ങ് പുറത്തിട്ട്, അതാണ് ആ ചുഴിഞ്ഞന്വേഷണം എന്ന് പറയുന്നത്. അതിന്റെ അടിയിൽ വരെ ഡിഗ് ചെയ്ത് കുഴിന്റെ അടിയിലെത്തി എന്ന് ഉറച്ചാലേ നമുക്കൊരു സമാധാനം കിട്ടുള്ളൂ. വെറുതെ ഒരു എന്താ പറയാ, ജിജ്ഞാസ എന്ന് പറയാ, അറിയാനുള്ള ആഗ്രഹം കൊണ്ട് ചോദിക്കുക, അല്ലാതെ അതിനെ കൊണ്ട് വലിയ കാര്യമൊന്നുമില്ല. അതായത് അന്യരുടെ രഹസ്യങ്ങൾ ചുഴിഞ്ഞന്വേഷിക്കുകയോ കുറവുകൾ പരതുകയോ മറ്റുള്ളവരുടെ അവസ്ഥകളും ഇടപാടുകളും ചികഞ്ഞു നോക്കുകയോ അരുത്. ചില ആളുകളുണ്ട്, അതായത് ഇതിൽ പറഞ്ഞ എന്താ വെച്ചാൽ രഹസ്യങ്ങൾ ചുഴിഞ്ഞ് അവരോട് ചോദിക്കരുത്. അത് മാത്രമല്ല, പിന്നെ കുറവുകൾ പരതാൻ വേണ്ടി വേറുള്ളവരോട് അന്വേഷിക്കുക, അങ്ങനെ ചെയ്യുന്നവരുണ്ട്. മറ്റുള്ളവരോട് ചോദിച്ചിട്ട് അവർക്ക് എന്താ പ്രശ്നം, അവരുടെ എന്താ, മറ്റുള്ളവരുടെ അവസ്ഥകൾ ഇങ്ങനെ ചോദിച്ചറിയാം. വെറുതെ അല്ല, ഒരു മനസ്സിനൊരു സുഖം. അവര് മോശമായ അവസ്ഥയിലാന്ന് അറിയുമ്പോൾ ഒരു സുഖം. പിന്നെ ഇടപാടുകളൊക്കെ അവർക്ക് എന്തൊക്കെയുണ്ട് ഇടപാടുകൾ ചികഞ്ഞു നോക്കുക. ചില ആളുകൾ കുട്ടികളോട് അന്വേഷിക്കും അല്ലെ. വീട്ടിൽ ഇപ്പൊ മറ്റുള്ള വീടുകളിലെ കുട്ടികൾ വന്നു കഴിഞ്ഞാൽ അവരോട് ഇങ്ങനെ ചോദിച്ചു മനസ്സിലാക്കുക. മോളെ, നിന്റെ വീട്ടിൽ ഉപ്പ എങ്ങനെയാണ്, ഉമ്മ എങ്ങനെയാണ്, വീട്ടിൽ എന്തൊക്കെ ഉണ്ടാക്കല് മോളെ, നല്ല ഭക്ഷണം കിട്ടലുണ്ടോ? ഇതുപോലെ ഇങ്ങനെ കുട്ടി പാവം നിഷ്കളങ്കയായ കുട്ടീനോട് ചോദിക്കുന്നത് ആര് കാണുന്നുണ്ട്? അള്ള കാണുന്നുണ്ട്. നിങ്ങൾ ചുഴിഞ്ഞന്വേഷിക്കുന്ന കുട്ടിനോടാണെങ്കിലും കുട്ടി ഇപ്പൊ നിഷ്കളങ്കനായി പറയുന്നതെങ്കിലും നമ്മൾ ആ ചെയ്യുന്ന മനുഷ്യന്മാർ, നമ്മൾ വലിയവരല്ലേ, ബോധമുള്ളവരല്ലേ, വിശ്വാസികളല്ലേ, ആ കുട്ടിയോടാണെങ്കിൽ ചെയ്യാൻ പാടുണ്ടോ?
അപ്പൊ അത് അള്ള കാണുന്നുണ്ട്. അത് ചെയ്യരുത് എന്നുള്ള പറഞ്ഞ ഒരു കാര്യമാണ് നമ്മളവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പൊ കുട്ടികളോടാണെങ്കിലും നമ്മളൊരു വീട്ടിലെ അവസ്ഥയും കാര്യങ്ങളും അന്വേഷിക്കേണ്ട ആവശ്യമില്ല. അത് പിന്നെ വേറൊരു വിഷയങ്ങളൊക്കെ വരുമ്പോ ഓക്കെ, ഇപ്പൊ ഒരു ഭാര്യയും ഭർത്താവും തമ്മിൽ വലിയ കുടുംബ പ്രശ്നമാണ്, അപ്പൊ അത് അറിയാനുള്ള സൈക്കോളജിസ്റ്റിന്റെ ഒരു ഇടപെടലിന്റെ ഭാഗമായിട്ട്, നന്നാക്കാനുള്ള ഭാഗമായിട്ട് ചിലപ്പോൾ ഒരു പക്ഷെ കുട്ടികളെ നമ്മൾ ചോദ്യം ചെയ്യേണ്ടി വരും. അത് വേറെ വിഷയം. നേരെ മറിച്ച് നമുക്കൊന്ന് അറിയാൻ വേണ്ടി, അവരെങ്ങനെ ജീവിക്കുന്നതെന്ന് അറിയാൻ വേണ്ടി ഒരു അന്വേഷണം, അത് വേണ്ട. അപ്പൊ പിന്നെ അടുത്തത്, തെറ്റിദ്ധാരണ അടിസ്ഥാനത്തിലായാലും ദുരുദ്ദേശത്തോടെ ആർക്കെങ്കിലും നഷ്ടമേൽപ്പിക്കാൻ വേണ്ടി ആയാലും, അല്ലെങ്കിൽ കേവലം ജിജ്ഞാസയെ തൃപ്തിപ്പെടുത്തുക എന്ന ഉദ്ദേശത്തോടെ ആയാലും ഈ പ്രവർത്തനം ഏതവസരത്തിലും ശരീഅത്തിൽ നിഷിദ്ധമാണ്. എത്ര സ്ട്രിക്റ്റ് ആയിട്ടാ പറയുന്നത് നോക്കിയേ. അതായത് ജിജ്ഞാസ എന്ന് പറഞ്ഞ അറിയാലോ, അറിയാനുള്ള ആഗ്രഹം എന്നാണ് ജിജ്ഞാസ എന്ന വാക്കിന്റെ അർത്ഥം. വെറുതെ അറിയാനുള്ള ആഗ്രഹത്തെ തൃപ്തിപ്പെടുത്തുക. ഇപ്പൊ പിശാചാണെങ്കിൽ നമ്മുടെ മനസ്സിൽ ഇങ്ങനെ ഒരു ജിജ്ഞാസ ഇടയ്ക്കടിച്ച് വെറുതെ വേണ്ടാത്ത കാര്യങ്ങൾ അറിയാൻ വേണ്ടിയിട്ട്. അപ്പൊ അത് തൃപ്തിപ്പെടുത്താൻ വേണ്ടിയിട്ട് ആണെങ്കിലും ഒരു അവസരത്തിലും ചുഴിഞ്ഞന്വേഷിക്കുക എന്നുള്ളത് എവിടെയും ഹലാലാക്കിയതായിട്ടില്ല. മനസ്സിലായില്ലേ? അങ്ങനെ ഏത് അവസരത്തിലും അത് ശരീരത്തിൽ നിഷിദ്ധമാണ്. ഉദ്ദേശം എന്താണ്? ദുരുദ്ദേശം തന്നെയാണ്. ആർക്കെങ്കിലും നഷ്ടമേൽപ്പിക്കാൻ വേണ്ടിയാലും അത് ശരിയല്ല. അപ്പൊ അതായത് എക്സാമ്പിൾ ഇവിടെ പറയാണ്, അന്യരുടെ വ്യക്തിപരമായ കത്തുകൾ വായിക്കുക, അതതിൽ പെട്ടതാണ്. ഇപ്പൊ കത്തുകളില്ല, അതിന് പകരം എന്താണ്? മറ്റുള്ളവരെ മൊബൈൽ എടുത്ത് നോക്കുക. ഇതൊക്കെ നമ്മള് ഇതൊക്കെ സത്യവിശ്വാസി സ്വന്തം ജീവിതത്തിൽ പാലിക്കേണ്ട കാര്യങ്ങളാണ്. ഒരാളും കാണാത്ത അവസ്ഥയില് മറ്റുള്ളവരുടെ ഒരാൾ മൊബൈൽ നമ്മളെ കയ്യിലുണ്ടെങ്കിൽ ഒരിക്കലും തന്നെ അവരുടെ മൊബൈൽ ചാറ്റുകൾ നോക്കാൻ പാടില്ല. അള്ള കാണുന്നുണ്ട്. എഹ്സാൻ എന്ന് പറഞ്ഞാൽ എന്താണ് ശരിക്കും? മൊഹ്സിനാത്ത് എന്ന് അള്ള വിളിക്കുന്നത് ആരെയാണ്? എഹ്സാനോടുകൂടി കർമ്മങ്ങൾ ചെയ്യുക. അതായത് അള്ള എന്നെ കാണുന്നുണ്ട് എന്നുള്ള ബോധത്തോടുകൂടി കർമ്മം ചെയ്യലാണ് എഹ്സാന്റെ ലക്ഷണം. മുഹ്സിനീങ്ങൾ എന്ന് പറയുന്നില്ല, അവരെന്ന് പറയുന്നത് അങ്ങനെയാണ്. ആ ഹയസ്റ്റ് ഡിഗ്രിയാണത്. അപ്പൊ ആ ഹയസ്റ്റ് ഡിഗ്രി കിട്ടുന്ന വ്യക്തിപരമായ ജീവിതത്തിൽ ആരും കാണുന്നില്ലെങ്കിലും അള്ള കാണുന്നുള്ള ബോധത്തോടു കൂടി ഇങ്ങനത്തെ കാര്യങ്ങളിലൊക്കെ വിട്ടു നിൽക്കുന്നവരാണ് ശരിക്കുള്ള അള്ളാനെ പേടിയുള്ളവര്. അപ്പൊ അന്യരുടെ വ്യക്തിപരമായ കത്തുകൾ വായിക്കുക, സംസാരം ഒളിഞ്ഞു കേൾക്കുക. ഈ സംസാരം ഒളിഞ്ഞു കേൾക്കുന്നവർക്കുള്ള ശിക്ഷ എന്ന് പറയുന്നത് പരലോകത്ത് ചെവിയില് എന്തോ ഒരു ഈയാന്ന് തോന്നുന്നു, എന്തോ ഭയങ്കരമായ ശിക്ഷയാണ് ആ ഒളിഞ്ഞു കേൾക്കുന്നതിനുള്ളത്. അയൽവാസികളുടെ വീടുകളിൽ എത്തി നോക്കുക, അന്യരുടെ കുടുംബജീവിതം, വൈയക്തിക പ്രശ്നങ്ങൾ ചുഴിഞ്ഞന്വേഷിക്കുക, എന്നിവയെല്ലാം അങ്ങേയറ്റം ദുഷിച്ച, ചീഞ്ഞ, ഇതൊക്കെ ചീഞ്ഞ സ്വഭാവം, ഉളുപ്പില്ലാത്ത സ്വഭാവം എന്ന് അതിന് പറയാം. സ്റ്റാൻഡേർഡ് ഇല്ലാത്ത, വളരെ എന്താ പറയാ, ഒരാളെ ഇന്നാളെ ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞാൽ നമുക്കൊരു അയാളോട് തന്നെ നമുക്ക് എന്തോ തോന്നുന്ന തരത്തിലുള്ള ഒരു സ്വഭാവമാണ് ഇത്തരത്തിലുള്ള സ്വഭാവങ്ങളൊക്കെ ഞാൻ പറഞ്ഞത്. ഇവിടെ നമ്മൾ പറയുമ്പോൾ വേറൊരു വിഷയം വരുന്നത്, നമ്മൾ മറ്റുള്ളവരുടെ ഫോണുകളൊന്നും നോക്കാറുണ്ടാവൂല അല്ലെ? പക്ഷെ നമ്മളെ ഭർത്താവിന്റെ ഫോണ് അല്ലെ, നമുക്ക് എന്തോ സംശയം, അതിന്റെ എല്ലാം ചുഴിഞ്ഞ ഇതൊക്കെ ഓരോ വിഷയങ്ങൾ വരുമ്പോൾ നോക്കാം. ഭർത്താവ് ഭാര്യ അങ്ങോട്ടും ഇങ്ങോട്ടും ട്രാൻസ്പാരന്റ് ആയിരിക്കണം എന്നുള്ളതൊരു വിഷയം. പക്ഷെ എങ്കിലും ട്രാൻസ്പാരൻസി നല്ലത് തന്നെയാണ്. ഭാര്യ ഭർത്താവും വസ്ത്രം പോലൊക്കെ തന്നെയാണ്. പക്ഷെ ഭർത്താവിൻ്റെതായ കുറച്ച് അമാനത്തുകൾ ഉണ്ടാവും. അതായത് അവരുടെ ഫ്രണ്ട്സുകൾക്ക് അയച്ച മെസ്സേജ്, എന്തെങ്കിലും ഇടപാടുകളോ അവർ തമ്മിലുള്ള എന്തെങ്കിലും വിഷയങ്ങളോ ആയിരിക്കും. അത് അവര് തമ്മിലുള്ള അമാനത്താണ്. ആ ഭർത്താവിന്റെ ഫ്രണ്ട് ഭർത്താവിനോട് പറഞ്ഞ അമാനത്താണ്. അത് ഭാര്യ അറിയേണ്ടതില്ല. അപ്പൊ ആ അമാനത്തുകൾ നമ്മൾ ഒരിക്കലും അതിൽ പോയി ചുഴിഞ്ഞ് ഭർത്താവും ഭാര്യ എല്ലാത്തിനും ട്രാൻസ്പാരന്റ് ആവണം, എല്ലാ മെസ്സേജുകളും നോക്കാനുള്ള അനുവാദമുണ്ട് എന്ന് അവിടെയും നമ്മൾ ചിന്തിക്കാൻ പാടില്ല. നമുക്ക് അള്ളാഹ് തന്ന ഒരു അറിവുണ്ടല്ലോ, അതിന്റെ അപ്പുറം പരിധിക്ക് അപ്പുറം കടക്കരുത്. അത് അവർ തമ്മിൽ അമാനത്തായി സൂക്ഷിക്കാൻ നമ്മൾ അനുവദിക്കണം. അപ്പൊ അവര് തമ്മിൽ അയാൾ എന്താ പറഞ്ഞത്, അയാൾക്ക് എന്താണ് മെസ്സേജിലുള്ളത്, അയാൾ എന്താണ് അവരുടെ പ്രശ്നം എന്ന് ഭർത്താവിനോട് പിന്നെ ചോദിക്കുന്നു. ഞങ്ങൾ മെസ്സേജ് കണ്ടല്ലോ, അയാൾ ഇങ്ങനെ മെസ്സേജ് അയച്ചത്, എന്താ പ്രശ്നം, എന്തിനാണ് ചോദിക്കുന്നത്? അത് അവരുടെ ഫ്രണ്ട്. അപ്പൊ അങ്ങനത്തുള്ള കാര്യങ്ങൾ നമ്മള് ഭർത്താവാണെങ്കിൽ അന്വേഷിക്കേണ്ടതില്ല എന്നാണ് ഞാൻ പറഞ്ഞു വരുന്നത്. അനാവശ്യമായ കാര്യങ്ങൾ, അന്യരുടെ വിഷയങ്ങൾ ഇടപെടുക എന്നുള്ളതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ അവിടുത്തെ പ്രസംഗത്തിൽ ചുഴിഞ്ഞന്വേഷിക്കുന്നവരെ കുറിച്ച് ഇപ്രകാരം അരുളി. അതായത് ഹൃദയത്തിൽ വിശ്വാസം പ്രവേശിക്കാതെ നാവുകൊണ്ട് മാത്രം വിശ്വസിച്ചവരെ, നിങ്ങൾ മുസ്ലിങ്ങളുടെ രഹസ്യ കാര്യങ്ങൾ പരതി നടക്കരുത്. എന്തുകൊണ്ടെന്നാൽ ആർ മുസ്ലിങ്ങളുടെ ദൗർബല്യങ്ങൾ പരതിയോ അവന്റെ ദൗർബല്യങ്ങൾ അള്ളാഹു പരതുന്നതാണ്. ആരുടെ ഗോപ്യമായ ദൗർബല്യം അള്ളാഹു പരതുന്നുവോ അവന്റെ വീട്ടിൽ വെച്ച് തന്നെ അപമാനിതനാക്കുന്നു. അതായത് ഇത് പറഞ്ഞ എന്താന്ന് വെച്ചാൽ അള്ളാഹ് പറയാണ്, പ്രവാചകൻ പറഞ്ഞ എന്താന്ന് വെച്ചാല്, ഹൃദയത്തിൽ വിശ്വാസം പ്രവേശിക്കാതെ നാവ് കൊണ്ട് ഞങ്ങൾ വിശ്വസിച്ചു എന്ന് പറയുന്നവരോടാ പറയണത്. നിങ്ങൾ മുസ്ലിങ്ങളുടെ മറ്റുള്ളവരുടെ രഹസ്യകാര്യങ്ങൾ പരതി നടക്കണം. അങ്ങനെ നിങ്ങൾ ചെയ്താൽ പരലോകത്ത് അള്ളാഹു നമ്മുടെ കുറവുകളും
പരതി നടക്കും. അള്ള ഒരാളെ കുറവ് പരതിയാൽ പോയി, നമ്മുടെ പരലോകത്ത് നമ്മുടെ കാര്യം പിന്നെ പോയി. നമുക്ക് ദൗർബല്യങ്ങളേ ഉണ്ടാവും. അള്ള ഒരാളുടെ കാര്യങ്ങൾ പരതി പരതി നമുക്ക് നന്മ തിന്മയും പരലോകത്ത് ജഡ്ജ്മെന്റ് ചെയ്താൽ അവന്റെ വീട്ടിൽ വെച്ച് തന്നെ അവനെ അപമാനിതനാക്കും അള്ളാഹു. ആരുടെ ഗോപ്യമായ ദൗർബല്യം അള്ളാഹു പരതുന്നു അവനെ അവന്റെ വീട്ടിൽ വെച്ച് തന്നെ അതായത് ഒരുപക്ഷെ നമ്മൾ ആരോടും പറയാത്ത കാര്യം അള്ള ഒരുപക്ഷെ പുറത്തു കൊണ്ടുവരും. നമ്മൾ അത്രയും കാര്യം എത്രയോ സംഭവങ്ങൾ ഇതൊക്കെ പറയുമ്പോൾ ശരിക്കും നമ്മുടെ ജീവിതത്തില് നമ്മുടെ നമ്മളെ പല സ്ഥലങ്ങളിലൊക്കെ ഉണ്ടായ ഓരോ വിഷയങ്ങൾ ആലോചിക്കുമ്പോൾ ശരിക്കും അതുപോലെ എൻ്റെ ഒരു അറിവിൽ ഒരാള് പിന്നെ ഒരു ഭാര്യയെ എന്താ പറയാ ഭാര്യയെ ചതിച്ചുകൊണ്ട് മറ്റൊരു സ്ത്രീയുമായി ഇടപഴകുന്ന അവസരത്തിൽ കുറെ വർഷങ്ങളായിട്ടുള്ള ബന്ധാണ്. അവസാനം അവര് മരിക്കുന്ന അവസ്ഥ. ഭാര്യ പാവം അറിഞ്ഞിട്ടില്ല അങ്ങനെ ഒരു ബന്ധമുള്ളതേ അറിഞ്ഞു. നിഷ്കളങ്കമായ ഭാര്യയാണ്, ദീനിയായ ഭാര്യയാണ്. ആ ഭാര്യ പിന്നെ എന്നിട്ട് അദ്ദേഹം മരിക്കുന്ന അത് എങ്ങനെയാന്ന് വെച്ചാല് ആ പുതിയ ആ സ്ത്രീയുമായിട്ട് ഇടപഴകുന്ന അവസ്ഥയില് ഒരു ബിൽഡിങ്ങില് ഏതോ ഒരു ഹോട്ടൽ റൂമില് തീ പിടിച്ചു. ബിൽഡിങ്ങിൽ നിങ്ങൾ നോക്കണം അള്ളാന്റെ ഒരു ഇത്. സുബ്ഹാനല്ലാഹ് ലാ ഹൗല വലാ ഖുവത ഇല്ലാ. എന്നിട്ട് അവര് മരിക്കുന്നത് ഈ ബിൽഡിംഗ് മൊത്തം തീ പിടിച്ച് അതിലുള്ള എല്ലാ ആളുകളും വിളിച്ചുണർത്തി. രാത്രിയാ പിടിക്കുന്ന തീ. അപ്പൊ എല്ലാ റൂമിലെ ആളുകൾ തട്ടി വിളിക്കുന്നുണ്ട് തീ തുടങ്ങിയപ്പോ തന്നെ. അപ്പൊ അതിലുള്ള ബാക്കിയുള്ള ആളുകൾ റൂമുകളിലൊക്കെ പുറത്തിറങ്ങി ഓടി. പക്ഷെ ഇവര് ഉറങ്ങിപ്പോയോ എന്തോ എന്താ അറിയില്ല. ഇവര് മരിക്കുന്നത് അവസാനം ബിൽഡിംഗ് മൊത്തം തീ പിടിച്ച് റൂമിന്റെ ഉള്ളിൽ തീ പുക വന്ന് ഇരുണ്ട് ഇവർക്ക് ശ്വാസം കിട്ടാതെ ചുമച്ച് ഇവര് വാതിൽ തുറന്ന് പുറത്തിറങ്ങുമ്പോൾ കോറിഡോർക്ക് ഇറങ്ങി ബിൽഡിങ്ങിന് താഴെ ഇറങ്ങുമ്പോഴേക്കും ഇവര് വഴിയിൽ മരിച്ചു വീഴാണ്. അള്ളാഹുവെ ആ മരിക്കുന്ന അവസ്ഥ സുബ്ഹാനല്ലാഹ്. അവര് അന്ന് നമ്മൾ ആലോചിച്ച് നോക്കൂ. പിന്നീട് ന്യൂസൊക്കെ വരുന്നു, എങ്ങനെ അവരവിടെ എത്തി. ആളുകൾ ചിന്തിക്കുന്നു ഇന്നയാൾ എങ്ങനെയാണ് അവിടെ എത്തിയത്, വേറെ ഏതോ സ്ഥലത്താണ്. അപ്പൊ അതാ പറഞ്ഞ നമ്മൾ അത്രയും കാലം ഗോപ്യമാക്കി വെച്ച ഒരു കാര്യം അള്ള പുറത്തു കൊണ്ടുവരാൻ വിചാരിച്ച അത്രയേ ഉള്ളൂ എന്നാണ് പറഞ്ഞു വരുന്നത്. അവന്റെ വീട്ടിൽ വെച്ച് അവൻ അള്ളാഹു അപമാനിതനാക്കും. അപ്പോ നീ പിന്നെ വേറെ പറഞ്ഞു, നീ ജനങ്ങളുടെ രഹസ്യ ദൗർബല്യങ്ങൾ പരതി നടക്കുന്നുവെങ്കിൽ നീ അവരെ നശിപ്പിക്കും, അല്ലെങ്കിൽ നാശത്തിന്റെ വക്കിലെത്തിക്കും. അതായത് നമ്മൾ ഒരാളുടെ ദൗർബല്യങ്ങൾ ഇങ്ങനെ അന്വേഷിക്കാൻ നമ്മൾ ശരിക്കും അവരെ നന്നാക്കല്ല ചെയ്യുന്നത്. അവരെ നമ്മൾ മോശത്തിൽ അവര് പിന്നെ നന്നാവൂല. അവർക്ക് പിന്നെ ഒരു നന്മ അവരുടെ ജീവിതത്തിൽ കാണാൻ പറ്റില്ല. അവരാകെ വല്ലാത്തൊരവസ്ഥയിൽ എത്തുക ചെയ്യുക. നമ്മൾ അവരെ കുറവുകൾ മാത്രം ഇട്ടിട്ട് അവർക്ക് ഇങ്ങനെ പറഞ്ഞു കൊടുത്തു നോക്കിയ ഒരാളും നന്നാവൂല. ഒരാളെ കുറിച്ച് നിങ്ങൾക്ക് മോശമായ വല്ല ധാരണയും ഉണ്ടാകുന്നുവെങ്കിൽ കൂടുതൽ അന്വേഷിക്കരുത്. എന്തോ ഒരു നല്ല നല്ല കാര്യങ്ങൾ, അതായത് നമുക്ക് ഒരാളെ കുറിച്ച് മോശമായ ഒരു ധാരണ ആരോ പറഞ്ഞിട്ട് എങ്ങനെയോ വന്ന്, പക്ഷെ പിന്നെ അതിനെ കുറിച്ച് അന്വേഷിക്കണ്ട. നമുക്ക് ആവശ്യമില്ലെങ്കിൽ അന്വേഷിക്കണ്ട. അന്വേഷിച്ചാൽ നമ്മളത് കൂടുതൽ നമുക്ക് അവരെ കുറിച്ച് മോശമായി ചിന്തിക്കാനേ പറ്റുന്നുണ്ടാവുള്ളൂ. അപ്പൊ അത് അവിടെ നിർത്തുന്നതാണ് ഏറ്റവും നല്ലത്. ആരെങ്കിലും ഒരാളുടെ രഹസ്യന്യൂനത കാണുകയും അത് മറച്ചു വെക്കുകയും ചെയ്താൽ ജീവനോടെ കുഴിച്ചുമൂടപ്പെട്ട ഒരു പെൺകുഞ്ഞിനെ ജീവിപ്പിച്ചവനെ പോലെയാണ് അവൻ. ഇതിവിടെ പറഞ്ഞ ഒരു കാര്യം എന്താ വെച്ചാൽ, ആരെങ്കിലും അങ്ങനെ ഒരാളുടെ ന്യൂനത ശരിക്കും അറിഞ്ഞ് ഇന്ന ന്യൂനത, പക്ഷെ അയാൾ മനഃപൂർവ്വം മറച്ചു വെക്കുകയാണ്. ആ ന്യൂനത ഞാനായിട്ട് ഒരാളടുത്തും പറയില്ല എന്ന് പറഞ്ഞ് മറച്ചു വെച്ചാൽ അയാൾക്കുള്ള പ്രതിഫലം എന്തോരാണെന്ന് ആലോചിച്ച് നോക്കിയേ. ജീവനോടെ കുഴിച്ചുമൂടപ്പെട്ട ഒരു പെൺകുഞ്ഞിനെ ജീവിപ്പിച്ചവനെ പോലെ. മനസ്സിലായില്ലേ? അത്രക്കും നല്ല പ്രതിഫലം. ഈ ചുഴിഞ്ഞന്വേഷണം നിരോധിക്കുന്ന ഈ കൽപ്പന വ്യക്തികളോട് മാത്രമല്ല, പ്രത്യുത ഇസ്ലാമിക ഭരണകൂടത്തോടും കൂടിയാണ്. ചില നിങ്ങൾക്കറിയായിരിക്കും ഒരു സംഭവം ഉമർ റളിയല്ലാഹുവിന്റെ കാലത്തുണ്ടായത്. അതായത് ഇത് പറഞ്ഞ ഒരു വ്യക്തി മറ്റൊരു വ്യക്തിയുടെ ചുഴിഞ്ഞന്വേഷിക്കരുത് എന്നല്ല പറഞ്ഞു. ഒരു ഭരണകൂടം ഒരിക്കലും ആ രാജ്യത്തിന്റെ പിന്നെ പൗരന്മാരുടെ വ്യക്തി ജീവിതത്തിലേക്ക് ചുഴിഞ്ഞന്വേഷിക്കരുതും എന്ന നിർദ്ദേശം ഇതിലുണ്ട്. മനസ്സിലായില്ലേ? ഇസ്ലാമിക ഭരണകൂടത്തോടും കൂടിയാണ് ഇത് പറയുന്നത്. ശരീഅത്ത് ഭരണകൂടത്തെ ചുമതലപ്പെടുത്തിയതിന് താല്പര്യം അതൊരു ചാരവലയം സൃഷ്ടിച്ച്, അതായത് കുറെ ചാരന്മാരെ വീടുകളിലൂടെ സഞ്ചരിപ്പിച്ചിട്ട് എന്നിട്ട് എന്താണ് അവർ ചെയ്യുന്നത് നോക്ക് എന്ന് പറയാൻ ഇസ്ലാമിക ഭരണകൂടമാണെങ്കിൽ അവർക്ക് ചെയ്യാൻ പാടില്ല. ജനങ്ങളുടെ ഒളിഞ്ഞു കിടക്കുന്ന ന്യൂനതകൾ ചികഞ്ഞ് വെളിക്ക് കൊണ്ടുവരികയും എന്നിട്ട് ശിക്ഷിക്കുകയും ചെയ്യുക എന്നതല്ല ഒരു ഭരണകൂടം ചെയ്യേണ്ടത്. മറിച്ച് പ്രകടമായ തിന്മകൾക്കെതിരിൽ മാത്രമേ ഗവൺമെന്റിന് ശക്തി പ്രയോഗിക്കേണ്ടതുള്ളൂ എന്നതാണ്. ഒളിഞ്ഞു കിടക്കുന്ന ദൗർബല്യങ്ങൾ പരിഹരിക്കാനുള്ള മാർഗം ചാരപ്രവർത്തനമല്ല. വിദ്യാഭ്യാസം, ഉപദേശ നിർദ്ദേശങ്ങൾ, സാധാരണക്കാർക്ക് വേണ്ടിയുള്ള സാമൂഹിക ശിക്ഷണാന്തരീക്ഷം സംജാതമാക്കുക, ഇതൊക്കെയാ ഗവൺമെന്റ് ചെയ്യേണ്ടത്. മനസ്സിലായില്ലേ? അപ്പൊ ആളുകൾ മൊത്തം തെറ്റ് ചെയ്യുന്നുണ്ട്, വ്യഭിചാരം ചെയ്യുന്നുണ്ട് അറിയാതെ. അതിന് അയാൾ ഓരോരുത്തരെ പോയി ആരൊക്കെ വ്യഭിചരിക്കുന്നുണ്ട് വീടുകളിൽ പോയി രാത്രിയൊക്കെ എത്തി നോക്കി അതിന് പോയി നാളെ അതിന് ഗവൺമെന്റ് ശിക്ഷിക്കുക, അങ്ങനെയല്ല ഗവൺമെന്റ് ചെയ്യേണ്ടത്. മറിച്ച് ആ സമൂഹത്തിൽ വ്യഭിചാരം ഇല്ലാതാക്കാൻ എന്ത് ചെയ്യണം എന്ന് ആലോചിച്ച് അതിന് മൊത്തം ജനങ്ങളെ പരിഹരിക്കാൻ എന്താ സൗകര്യം എന്ന് വെച്ചാൽ അത് ചെയ്തു കൊടുക്കുകയാണ് വേണ്ടത്.
ഇപ്പൊ കല്യാണം കഴിക്കാത്ത പ്രശ്നങ്ങൾ കല്യാണം നടത്തുന്നത് എളുപ്പമാക്കി കൊടുക്കുക. അപ്പൊ എല്ലാ യുവാക്കളും കല്യാണം കഴിക്കുന്ന ഒരു നല്ല എളുപ്പമായ കാര്യമാവുകയും എല്ലാവരും കല്യാണം കഴിക്കുകയും ചെയ്യും. അവിടെ വ്യഭിചാരത്തിന്റെ ആവശ്യം വരില്ല. അങ്ങനെയൊക്കെ എന്തെങ്കിലുമൊക്കെ തരത്തിലാണ് സമീപിക്കേണ്ടതെന്നാ പറയുന്നത്. ഒരിക്കലും ഈ വിഷയത്തിൽ ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ ഒരു സംഭവം എങ്ങനെയാണ്, വളരെ മാതൃകാപരമായ സംഭവം. ഒരു രാത്രി ഒരാൾ സ്വന്തം വീട്ടിൽ പാട്ട് പാടുന്ന അദ്ദേഹം കേട്ടു. സംശയം തോന്നി ആ വീടിന്റെ ചുമരിൽ അദ്ദേഹം കയറി നോക്കി. മനസ്സിലായില്ലേ ഉമർ റളിയല്ലാഹു അൻഹു ചെയ്ത ഒരു കാര്യം? ഒരു പാട്ട് കേട്ടപ്പോ അദ്ദേഹം വീട്ടിൽ കയറി നോക്കുകയാണ് അറിയാതെ. അപ്പോൾ അവിടെ മദ്യവും ഒരു സ്ത്രീയും ഉണ്ടായിരുന്നു. അദ്ദേഹം വിളിച്ചു പറഞ്ഞു, അള്ളാഹുവിന്റെ ശത്രു, നീ അള്ളാഹുവിനെ ധിക്കരിച്ചിട്ട് അവൻ നിന്റെ രഹസ്യം വെളിവാക്കുകയില്ലെന്നാണോ ധരിക്കുന്നത്? അയാളോട് അപ്പൊ വിളിച്ചു പറയണം അള്ളാഹു അൻഹു, നീ എന്താ ചെയ്യണത്? നീ അള്ളാഹിനെ ധിക്കരിച്ചിട്ട് ഇതൊക്കെ വീട്ടിൽ നിന്ന് ചെയ്യുന്നത് എന്താണ്? ഒരിക്കലും അള്ളാഹ് നിന്റെ പുറത്തു കൊണ്ടുവരില്ല ഇതൊക്കെ. അപ്പൊ അയാൾ പറയാണ്, അമീറുൽ മുഅ്മിനീൻ, അവിടുന്ന് ധൃതിപ്പെടരുത്. ഞാൻ ഒരു തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ താങ്കൾ 3 തെറ്റുകളാണ് ചെയ്തത്. അള്ളാഹു ചുഴിഞ്ഞന്വേഷിക്കുന്നത് നിരോധിച്ചു, താങ്കളാകട്ടെ അത് ചെയ്തു. വീടുകളിൽ കവാടങ്ങളിലൂടെ പ്രവേശിക്കാനാണ് അള്ളാഹു കൽപ്പിച്ചത്, താങ്കൾ ചുമർ കയറി മറിഞ്ഞാണ് വന്നത്. അന്യരുടെ വീടുകളിൽ അനുവാദം ചോദിക്കാതെ പ്രവേശിക്കരുതെന്ന് അള്ളാഹു നിർദ്ദേശിച്ചു, താങ്കളോ എന്റെ അനുവാദം കൂടാതെ വീട്ടിൽ പ്രവേശിച്ചിരിക്കുന്നു. ഈ മറുപടി കേട്ട, അതായത് 3 തെറ്റ് ചെയ്തു. ഈ മറുപടിയായിട്ട് ഉമർ തെറ്റ് സമ്മതിച്ചു. അയാൾക്കെതിരിൽ ഒരു നടപടിയും എടുക്കുകയുണ്ടായില്ല. മേലിൽ നന്നായി ജീവിച്ചു കൊള്ളാമെന്ന് അയാളെ കൊണ്ട് കരാർ ചെയ്യുക മാത്രമാണ് ചെയ്തത്. മറ്റൊരു ഉദാഹരണം, ഒരുവന്റെ അടുക്കൽ ഒരാൾ വിവാഹാന്വേഷണം നടത്തുകയോ അയാളോടൊത്ത് ഒരു ബിസിനസ് നടത്താൻ ഉദ്ദേശിക്കുകയാണെങ്കിൽ അയാൾക്ക് ആ വ്യക്തിയുടെ അവസ്ഥകൾ തന്റെ മനസ്സമാധാനത്തിന് വേണ്ടി അന്വേഷിക്കാവുന്നതാണ്. ഇതൊരു എക്സെപ്ഷണൽ കേസ് ആണ് കേട്ടോ. അതായത് നമുക്കൊരാളുടെ ചുഴിഞ്ഞന്വേഷണം നമുക്ക് പറ്റുന്ന ഒരു കേസ് എന്ന് പറയുന്നത് ഇതാണ്. ഒന്ന് വിവാഹാന്വേഷണം, അതായത് ജീവിതകാലം മുഴുവൻ പങ്കാളിയാവാൻ പോകുന്ന ഒരാളെ കുറിച്ച് നമ്മൾ പുറമെ മാത്രം അന്വേഷിച്ചാൽ മതി, അതും വെച്ച് അങ്ങ് കല്യാണം കഴിക്കുക എന്ന് വിചാരിക്കേണ്ടതില്ല. മറിച്ച് തന്റെ ഇണ എങ്ങനെയാണ്, ജീവിത ശുദ്ധതയുണ്ടോ എന്ന് നോക്കാൻ അത് ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെയാണ് ബിസിനസ് പാർട്ട്ണർ ആവുമ്പോഴും ജീവിതകാലം മുഴുവൻ ഇടപാടിൽ എഴുതുമ്പോൾ അയാളുടെ ഹിസ്റ്ററി പരിശോധിക്കാൻ അനുവാദമുള്ള ഒരു കാര്യമാണ്. ആ സമയത്ത് പരദൂഷണവും വരുന്നുണ്ട്. അതായത് തെറ്റുകൾ അയാൾ ജീവിതത്തിൽ വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ പറഞ്ഞു കൊടുക്കാൻ ബാധ്യസ്ഥരാണ് എന്നാണ് പറഞ്ഞു വന്നത്. ഇനി മൂന്നാമത്തെ അവസാനത്തെ നിർദ്ദേശം ഈ ആയത്തിൽ അള്ളാഹ് പറയുന്ന, ആരും ആരെ കുറിച്ചും പരദൂഷണം പറയരുത്. നിങ്ങൾ ആരെങ്കിലും മരിച്ച, എന്നിട്ട് അതൊരു ഉദാഹരണം പറയുന്നത്, നിങ്ങൾ ആരെങ്കിലും മരിച്ച സഹോദരന്റെ മാംസം തിന്നാൻ ഇഷ്ടപ്പെടുമ്പോ നിങ്ങൾ അത് വെറുക്കുകയാണല്ലോ. അങ്ങനെ വെറുക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ പരദൂഷണം പറയണ്ടെന്ന് പറയും. ഇപ്പൊ അതായത് ഇവിടെ ഇപ്പൊ ഞാൻ കാണിച്ച മാംസം ഉണ്ടല്ലേ, മരിച്ചു കിടക്കുന്ന ഒരു മനുഷ്യന്റെ പച്ച ഇറച്ചി തിന്നാന്ന് പറഞ്ഞാല്, പണ്ടൊരു സിനിമ ഉണ്ടായിരുന്നില്ലേ, ആ കാലാപാനിയോ എന്തോ ഒരു സിനിമ, അതില് വിശന്നിട്ട് അതില് നടന്മാര് ഒരു കരയിൽ ദ്വീപിൽ പെട്ടിട്ട് ഒന്നും തിന്നാനില്ലാഞ്ഞിട്ട് ഒരാൾ മറ്റാളെ കൊന്നു തിന്നുന്ന ഒരു രംഗമുണ്ട്. അത് കാണുമ്പോൾ തന്നെ നമുക്ക് ഛർദ്ദിക്കാൻ വരും. അതായത് മനുഷ്യന്റെ ഒരു സ്വഭാവം വെച്ചിട്ട് നമുക്ക് മറ്റൊരാളൊരു ഇറച്ചി തിന്നാന്ന് പറയുന്നത് നമ്മൾക്ക് സ്വയം തന്നെ നമ്മൾ വെറുക്കുന്ന ഒരു കാര്യമാണ്. അപ്പൊ ഈ ഒരു സംഭവത്തോടാണ് അള്ളാഹ് മറ്റുള്ളവരെ പരദൂഷണം പറയുന്നത് നമ്മളോട് പറയുന്നത്. ഒന്ന് ആലോചിച്ച് നോക്കണം, ഏതുമായിട്ടാണ് അള്ളാഹ് ഈ പരദൂഷണത്തെ താരതമ്യപ്പെടുത്തിയത്. അത്രക്കും നമ്മൾ അറക്കുന്ന ഒരു കാര്യമാണ് സ്വന്തം മനുഷ്യന്റെ ഇറച്ചി തിന്നാന്ന് പറയുന്നത്. അതിനോടാണ് അള്ളാഹ് അതിന് ഉപമിച്ചത്. അത്രയും സീരിയസും അറപ്പാണ് നിങ്ങൾ ചെയ്യുന്ന പണി, വൃത്തികെട്ട പരിപാടിയാണെന്ന് പറഞ്ഞിട്ടാണ്. നിങ്ങൾ ആരെങ്കിലും മരിച്ച സഹോദരൻ മാംസം തിന്നാൻ ഇഷ്ടപ്പെടുന്നു, സഹോദരന്റെ അഭിമാനത്തെ അവന്റെ അസാന്നിധ്യത്തിൽ അവൻ അറിയാതെ അവന് പ്രതിരോധിക്കാൻ പോലും കഴിയാത്ത അവസ്ഥയിൽ കടന്നാക്രമിക്കാൻ മുതിരുന്നതെന്ന് ഓരോരുത്തരും സ്വന്തം മനസാക്ഷിയോട് ചോദിക്കേണ്ടതാണ്. അതായത് ഇതിനെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, എന്തുകൊണ്ടാണ് അള്ളാഹു പച്ച ഇറച്ചി തിന്നാതെ, അതായത് അള്ളാഹ് ഉപമിച്ചത് ഒരു ജീവനുള്ള ശരീരത്തിന്റെ ഇറച്ചി പോയി കടിക്കുന്ന പോലെ അല്ല പറഞ്ഞത്, ഒരു മരിച്ച ശവത്തിന്റെ ഇറച്ചി കടിക്കുന്ന പോലെയാണ് പരദൂഷണം പറയാൻ കാരണം എന്താണെന്നറിയോ? ഇപ്പൊ നമ്മൾ ജീവിച്ചിരിക്കുന്ന ഒരു വ്യക്തിയുടെ മാംസം പോയി കഴിച്ചു നോക്കി, എത്ര കഴിക്കാൻ പറ്റും നമുക്ക്? എത്ര കഴിക്കാൻ പറ്റും? ഫസ്റ്റ് കടിക്കന്നെ അദ്ദേഹം ആർത്ത് വിളിക്കാൻ തുടങ്ങും. നീ എന്താ ചെയ്യുന്നത്? നമ്മളെ തട്ടിമാറ്റും. അദ്ദേഹത്തിന് ജീവനുണ്ട്, പ്രതിരോധിക്കാൻ ശക്തിയുണ്ട്. അതുപോലെ എല്ലാം മയ്യത്ത് കിടക്കുന്ന മനുഷ്യന്റെ മാംസം മുഴുവൻ തിന്നാലും ആ മനുഷ്യൻ ഒന്നും പ്രതികരിക്കാതെ ഉണ്ടാവുക. അതായത് നമ്മൾ അസാന്നിധ്യത്തിൽ, മറ്റുള്ളവരുടെ അസാന്നിധ്യത്തിൽ പറയുമ്പോ അയാളെ പറ്റി പറയാൻ തുടങ്ങുമ്പോ തന്നെ അയാൾക്ക് ഒന്നും തിരിച്ചു പറയാൻ പറ്റുന്നില്ല. കാരണം അയാൾ അവിടെ ഇല്ല. അയാൾ അവിടെ ഉണ്ടെങ്കിൽ നമ്മൾ പറയാൻ തുടങ്ങുമ്പോൾ തന്നെ അയാൾ പറയും, അല്ലാ ഞാൻ അങ്ങനെ ഉദ്ദേശിച്ചല്ലോ അത് ചെയ്തത്, എന്താ എന്നെ പറ്റി പറയുന്നത്, ഞാൻ അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാൻ അന്ന് ഈ ഒരു നിയത്തോടു കൂടിയാ ചെയ്തത്, അത് നിങ്ങൾക്ക് വിഷമമായിട്ടുണ്ടെങ്കിൽ അങ്ങനെ എന്ന് പറഞ്ഞ് അയാളുടെ മനസ്സിന്റെ ശുദ്ധത നമുക്ക് പറഞ്ഞു തരാൻ പറ്റും ആ സംഭവം ചെയ്തതിന്റെ.
അയാളെ പറ്റി നമ്മൾ കുറ്റങ്ങളും കുറവുകളും പറയുമ്പോ ആ കുറവ് വന്നതിന്റെ ഒരു കാരണം അയാൾക്ക് പറഞ്ഞു തരാൻ പറ്റും. പറയാൻ പറ്റുന്നില്ല, കാരണം അസാന്നിധ്യത്തിലാ പറയുന്നത്. അതുകൊണ്ടാണ് ഇത്രയും അതിനെ ശവം തിന്നതിനോട് അതിനെ ഉപമിച്ചത് എന്ന് പറയാം. അടുത്തത് ദുഷിക്കപ്പെടുന്ന വ്യക്തി. പിന്നെ അതുമല്ല, നമ്മള് ആ മാംസം അയാളെ കുറിച്ച് പറഞ്ഞ് വല്ല അയാളുടെ മാംസത്തിന്ന് തീരുന്നത് വരെ പറഞ്ഞാലും അയാൾ ഒരിക്കലും പ്രതിരോധിക്കാൻ വരുന്നില്ല, അല്ലെ? അപ്പോ അതായത് ഫുള്ള് പറഞ്ഞു നമ്മൾ പിന്നെ പിശാച് വേറെ അവസ്ഥയിൽ എത്തിക്കും നമ്മളെ. പറഞ്ഞു അയാളെ മൊത്തം അങ്ങ് പുറത്തിട്ടാലേ നമുക്കൊരു റിലാക്സേഷൻ കിട്ടുന്ന അവസ്ഥയിലേക്ക് അത്. പിന്നെ അത് കഴിഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. ഒന്ന് ശരിക്കുള്ള വിശ്വാസികളുടെ അവസ്ഥ അങ്ങനെയാണ്. ചെയ്ത് കഴിഞ്ഞാൽ വല്ലാത്ത ബുദ്ധിമുട്ടായിരിക്കും. ശരിക്കുള്ള വിശ്വാസികളുടെ കാര്യം പറയുന്നത്, സ്ഥിരമായിട്ട് ചെയ്യുന്നവരല്ല പറയുന്നത്. അപ്പൊ അതൊക്കെ പിശാച് നമ്മൾ ആ ഒരു ഇതിലേക്ക് അങ്ങ് പെടുത്തിട്ട് അങ്ങനെ അങ്ങ് പറഞ്ഞു കഴിഞ്ഞാലേ പിന്നെ അതിന്റെ ബോധം വരികയുള്ളൂ, അല്ലെ? അതൊക്കെ വളരെയധികം നമുക്ക് ഭയങ്കര കരുത്ത് വേണം സ്വന്തത്തോട് പൊരുത്, എന്നാലേ അത് പിടിച്ചു നിൽക്കാൻ പറ്റുള്ളൂ. അടുത്ത ദുഷിക്കപ്പെടുന്ന വ്യക്തിക്ക് അത് മനപ്രയാസം ഉണ്ടാക്കുന്നു. ദുഷിക്കപ്പെടുന്ന വ്യക്തിക്ക് അത് മനപ്രയാസം ഉണ്ടാക്കുന്നു എന്നതല്ലെന്നും, മറിച്ച് ഒരാളുടെ അഭാവത്തിൽ അവനെ ദുഷിച്ചു പറയൽ സ്വയം തന്നെ നിഷിദ്ധമായ സംഗതിയാണെന്ന് ഈ വാക്യത്തിൽ നിന്ന് മനസ്സിലാക്കാം. അപ്പൊ നമ്മൾ ചില ആളുകൾ പറയാറുണ്ട്, എന്തെന്നറിയോ, ഞാനിപ്പോ അയാളെ കുറിച്ച് പറയുന്നത് അവനക്ക് കുഴപ്പമൊന്നുമില്ല, അവനക്കത് പ്രശ്നമൊന്നും ഉണ്ടാവില്ല ഞാനിങ്ങനെ പറയുന്നത് എന്ന് പറയുന്നതാണ്. പറഞ്ഞിട്ട് പറയുന്നത് കാണാം. മനസ്സിലായില്ലേ? ഇവിടെ ഉള്ള പറയണത് എന്താന്ന് അറിയോ, നമ്മളോട് മരിച്ച ഒരു ശവത്തെ തിന്നുന്നത്, ആ പ്രവൃത്തി ഇറ്റ്സെൽഫ് തന്നെയാണ് എന്താണ്, വൃത്തികെട്ട സംഭവമാണ്. അത് ആ മരിച്ചു കിടക്കുന്ന വ്യക്തിക്ക് വേദനിക്കുമോ എന്നുള്ളതല്ല അവിടെ ഉള്ള വിഷയാക്കുന്നേ. നിങ്ങൾ ആ ചെയ്യുന്ന ആ സംഭവം തന്നെ വൃത്തികേടാണ് എന്ന് പറഞ്ഞിട്ടാണ് അതിനെ വിലക്കുന്നത്. അങ്ങനെയാണ് നിങ്ങൾ ചെയ്യുന്നത്, അത് നിങ്ങൾ ചെയ്യരുത് എന്നാ പറയുന്നത്. അപ്പൊ ആ വ്യക്തിക്ക്, പറയപ്പെടുന്ന വ്യക്തിക്ക് അത് വിഷമാക്കോ, ഞാനിപ്പോ ഇങ്ങനെ പറയാൻ കുഴപ്പമുണ്ടാവോ, കുഴപ്പമൊന്നും ഉണ്ടാവില്ല എന്നുള്ളതല്ല അവിടെ ഒരാളെ കുറിച്ച് മോശം പറയുമ്പോൾ ചിന്തിക്കേണ്ടത്. മറിച്ച് ഞാൻ ഈ ചെയ്യുന്ന പണി വൃത്തികേടാണോ നല്ലതാണോ എന്നുള്ളതാണ്. മറിച്ച് അയാളുടെ മാംസം ഭക്ഷിക്കൽ നിശ്ചിതമായത് അയാൾക്ക് വേദനിക്കുമെന്നത് കൊണ്ട് അതിൽ വ്യക്തമാണല്ലോ. തന്റെ മരണശേഷം ആരോ തന്റെ മാംസം മാന്തി തിന്നുന്നു എന്ന കാര്യത്തെ കുറിച്ച് പാവം ജഡം അറിയുന്നേയില്ല. അപ്പൊ അതൊന്നും അല്ല വിഷയം, മറിച്ച് ആ ഒരു സംഭവം തന്നെ വ്യക്തമാണ്. അതുപോലെ തന്നെ ആരെ കുറിച്ച് പരദൂഷണം പറയുന്നുവോ ആ വ്യക്തി ഈ കാര്യം അറിഞ്ഞില്ലെങ്കിൽ പിന്നെ എവിടെ വെച്ച്, ആര്, എപ്പോൾ, ആരുടെയൊക്കെ മുന്നിൽ വെച്ചാണോ തന്റെ അഭിമാനത്തെ കടന്നാക്രമിച്ചതെന്നും അതുമൂലം ആരുടെയെല്ലാം ദൃഷ്ടിയിൽ താൻ നീചനും നിന്ദ്യനുമായി കഴിഞ്ഞിട്ടുണ്ടെന്നും അവൻ ജീവിതത്തിൽ ഒരിക്കലും അറിയുകയില്ല. അറിയാത്തത് കൊണ്ട് തന്നെ ഈ ദൂഷണം കൊണ്ടുള്ള ഒരുവിധ വിഷമം അവനുണ്ടാവുകയില്ല. പക്ഷേ അത് അവന്റെ അഭിമാനത്തിന് അവൻ അറിഞ്ഞാലും ഇല്ലെങ്കിലും ക്ഷതമേൽപ്പിക്കും, തീർച്ച. അതുകൊണ്ട് ഈ പ്രവൃത്തി അതിന്റെ സ്വഭാവം കൊണ്ട് തന്റെ മരിച്ച സഹോദരന്റെ മാംസം തിന്നുന്നതിൽ നിന്നും ഒട്ടും ഭിന്നമല്ല. ഇത് പറഞ്ഞത് നിങ്ങളൊന്ന് ആലോചിച്ചു. ഞാനിപ്പോ വായിച്ച കാര്യം എത്രമാത്രം ഡീപ്പാണ് ഇതിന്റെ റൂട്ട് കിടക്കുന്നതെന്നറിയാം. ഇപ്പൊ ഒരാളെ കുറിച്ച് നമ്മൾ പറഞ്ഞു, ഒരാളോടല്ല പറഞ്ഞു മോശമായിട്ട്, കുറെ ആളുകളോട് ഞാൻ പറഞ്ഞു എന്ന് വിചാരിക്കും, കുറെ ആളുകളോട് ഞാൻ പറഞ്ഞു. പക്ഷേ ഞാൻ പറയപ്പെട്ട വ്യക്തി അയാൾ അറിഞ്ഞിട്ട് പോലും ഇല്ല ഞാൻ ആരോടൊക്കെയാണ് അദ്ദേഹത്തെ കുറിച്ച് മോശമായത്. പാവം അത് അറിഞ്ഞിട്ടേ ഇല്ല. അപ്പൊ അത്രയും ആളുടെ ഹൃദയത്തിൽ ഞാൻ ഇയാളെ കുറിച്ച് കരിവാരി തേച്ചിട്ടുണ്ട്. എന്നിട്ട് പാവം അതായത് അല്ല പറയുന്നത്, അയാൾ അറിയുമെന്ന് വിചാരിച്ചിട്ടല്ല നിങ്ങൾ ഇത് സ്റ്റോപ്പ് ചെയ്യേണ്ടെന്നാ പറഞ്ഞു വരുന്നത്. അയാൾ അറിയുന്നു, അയാൾക്ക് വിഷമാവും എന്നുള്ളതല്ല വിഷയം. ഇത്രയും ആളുകളുടെ ഹൃദയത്തിൽ ഇയാൾ മോശമായി ചിത്രീകരിക്കപ്പെട്ടാലും പാവം അത് അറിയുന്നില്ല എന്നുള്ളതാണ്. അത് അറിഞ്ഞിട്ടല്ല, അതറിയാതെ തന്നെ അതൊക്കെ മോശമായി. എന്നിട്ട് അയാൾക്ക് ഒട്ടും വിഷമവും ഇല്ല, കാരണം അയാൾ ഇത് അറിയുന്നില്ലല്ലോ ഞാൻ എന്റെ അഭിമാനം മൊത്തം ഇവിടെ പോയി കിടക്കുക എന്നുള്ളത്. എന്നിട്ട് അവന്റെ അഭിമാനത്തിന് അവൻ അറിഞ്ഞാലും ഇല്ലെങ്കിലും അത് മോശം തന്നെയല്ലേ? നിങ്ങൾ ആലോചിച്ച് നോക്കൂ. അയാളെ കാണുന്ന വ്യക്തികളൊക്കെ പിന്നെ ആ തരത്തിലല്ലേ അയാളെ കാണുന്നത്. ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ പ്രത്യേകിച്ച് പറയുകയാണെങ്കിൽ നാവ് കൊണ്ടല്ല, സോഷ്യൽ മീഡിയയിലൂടെ ആളുകളെ കരുതിവാരി തേക്കുന്ന ഒരുപാട് ആളുകൾ. സോഷ്യൽ മീഡിയ ആണ് ഇപ്പൊ അതിന്റെ ആയുധമായിട്ട് എടുത്തിരിക്കുന്നത്. ആളുകളെ അഭിമാനത്തെ ക്ഷതപ്പെടുത്തുന്ന ഒരുപാട് സംഭവങ്ങൾ. അപ്പോ അതുകൊണ്ട് തന്നെ ഈ പ്രവൃത്തി അതിന്റെ സ്വഭാവം കൊണ്ട് തന്റെ മരിച്ച സഹോദരന്റെ മാംസം തിന്നുന്നതിൽ ഒട്ടും വ്യത്യസ്തമല്ല എന്നാണ് പറഞ്ഞു വരുന്നത് കേട്ടോ. അതായത് ഇതോടുകൂടി നിർത്തുകയാണ്, സമയമായി. അപ്പൊ ഞാൻ പറഞ്ഞത് 3 കാര്യമാണ് ഇന്നത്തെ ക്ലാസ്സിൽ പറഞ്ഞത്. വളരെ 3 കാര്യം. ആ 3 കാര്യവും എത്രമാത്രം നമ്മളൊരു വിശ്വാസിയാണെന്ന് പറഞ്ഞ് നടക്കുന്നത്. യാ അയ്യുഹല്ലദീന ആമനൂ എന്ന് പറഞ്ഞ അല്ലാഹ് നമ്മളോട് പറയാണ്, എന്റെ വിശ്വാസികളെ, നമസ്കരിക്കുന്നവര്, നോമ്പൊൽക്കുന്നവര് ഒക്കെ പറഞ്ഞ ആളുകളോടാ പറയുന്നത്, വിശ്വസിക്കുന്നവരെ നിങ്ങൾ ഈ വൃത്തികെട്ട 3 സ്വഭാവങ്ങൾ നിർത്തണം. ഇങ്ങനെയൊക്കെയാണ്, വളരെ ഗുരുതരമാണ്, നമ്മുടെ ജീവിതമായി ഇടപഴകുന്ന. അപ്പൊ മദീനയിലുള്ള ആളുകളുടെ ഒക്കെ ഇടയിൽ സംസ്കരണ പ്രവർത്തനം എന്ന് പറയുന്നത് അവരുടെ ബന്ധത്തിൽ ഭയങ്കര ഇതായിരുന്നു.
അവരൊന്നും നമ്മളെ പോലെ ഒന്നല്ല കേട്ടോ. പെട്ടെന്ന് ഇസ്ലാമിലേക്ക് വന്നവരാണ്, പെട്ടെന്ന് അള്ളാഹുവിലേക്ക് സമർപ്പിച്ചവരാണ്. അവർക്ക് അത് ചേഞ്ച് എന്ന് പറയുന്ന അവര് പെട്ടെന്ന് ചേഞ്ച് ചെയ്യേണ്ട കാര്യം. നമ്മൾ തന്നെ കുടുംബം മുസ്ലിമായി ജനിച്ച് മുസ്ലിം കുടുംബത്തിൽ 10-25 വർഷം വരെ വളർത്തപ്പെട്ട് ഇസ്ലാമിൽ ഇങ്ങനെ ഒഴുകുന്ന ആളുകളാണ്. എന്നിട്ടും നമുക്കത് മാറ്റാൻ പറ്റുന്നില്ല എന്ന് പറയുമ്പോ നമ്മളൊക്കെ എവിടെ എത്തി എന്ന് ആലോചിക്കേണ്ട ഒരു വിഷയമാണ്. അപ്പൊ ഇന്നത്തെ ഇതില് 3 കാര്യങ്ങൾ. ഒന്ന് പറഞ്ഞത്, നിങ്ങൾ ഊഹങ്ങൾ പരമാവധി ഊഹിച്ച് പറയുന്ന സ്വഭാവമേ നിർത്താൻ ശ്രമിക്കുക. ഞാൻ എന്നോട് തന്നെ പോലെ തന്നെ നിങ്ങളോട് പറയുന്ന കേട്ടോ. ഞാനും ഒട്ടും ഇതിൽ പിന്നിലല്ല. പ്രത്യേകിച്ച് നമ്മൾ സ്ത്രീകളാകുമ്പോ അള്ളാഹ് പറഞ്ഞ പോലെ സ്ത്രീകൾ കൂടുന്നിടത്ത്, സ്ത്രീകളുടെ ഗ്യാതറിങ്ങിലൊക്കെ പൊതുവേ മറ്റുള്ളവരുടെ വിഷയങ്ങളാ സംസാരമായിട്ട് വരിക അല്ലെ. സ്ത്രീകളുടെ ഗ്യാതറിങ്ങിലൊക്കെ. പക്ഷെ പുരുഷന്മാരുടെ ഗ്യാതറിങ് പൊതുവെ ആ രീതിയിലല്ല ഉണ്ടാവാറ്. അവർ കുറച്ച് രാഷ്ട്രീയപരമായിട്ടുള്ള വിഷയങ്ങളൊക്കെ ചർച്ച ചെയ്തിട്ടാണ് സമയം കഴിക്കുക. പക്ഷെ സ്ത്രീകൾക്ക് അതിലൊന്നും വലിയ താല്പര്യം ഇല്ലാണ്ട് അവർ ഇത്തരത്തിൽ സ്വന്തം ഭർത്താവിന്റെയും സ്വന്തം മക്കളുടെയും കുറ്റങ്ങൾ കഴിഞ്ഞാൽ മറ്റുള്ളവരുടെ വിഷയങ്ങളാണ് നമ്മുടെ സബ്ജക്റ്റ് എന്ന് പറയുന്നത് തന്നെ. അപ്പോ നമ്മളാണ് കൂടുതൽ ശ്രദ്ധിക്കേണ്ടത്, നമ്മളാണ് കൂടുതൽ നരകത്തിൽ എന്നുള്ള പറയുന്നത്. ആ ഒരു ഹദീസ് അങ്ങനത്തെ സ്ത്രീകളെയാണ് കൂടുതൽ പ്രവാചകൻ നരകത്തിൽ കണ്ടത്. ശാപവാക്കുകൾ വർദ്ധിപ്പിക്കുന്ന ഒരു സ്ത്രീകളാണ്. സ്ത്രീകളുടെ പൊതു സ്വഭാവം വെച്ചിട്ട് നമുക്ക് അങ്ങനെയുള്ള ഒരു നേച്ചറാണ് ഉള്ളത്. നമ്മൾ നല്ലോണം ജിഹാദ് ചെയ്താലേ ഇത്തരം ദുസ്വഭാവങ്ങൾ നമ്മളെ മാറ്റി നിർത്തി ശുദ്ധരായിട്ട് ജീവിക്കാൻ പറ്റുള്ളൂ. ഇനി ഒന്നുമില്ലെങ്കിൽ നമ്മൾ ചെയ്യുന്ന നിസ്കാരം, നോമ്പും, ഖുറാനോത്തൊക്കെ നമ്മൾ ഒരുപാട് മറ്റുള്ള പുരുഷന്മാരെക്കാളൊക്കെ ചെയ്യുന്ന സ്ത്രീകളാണ്. പക്ഷെ ഇതൊക്കെ നമ്മുടെ ജീവിതത്തിൽ പരലോകത്തേക്ക് ഉണ്ടാവണമെങ്കിൽ എന്താണ്? കൊഴിഞ്ഞു പോകുന്നത് തടയണല്ലോ. കൊഴിഞ്ഞു പോകുന്ന ഒരുപാട് ഊഹത്തിലൂടെയും പരദൂഷണത്തിലൂടെയും നമ്മുടെ ചുഞ്ഞന്റെ കുറേ കൊഴിഞ്ഞു പോകുന്ന ഓട്ടകളെ പോലെ നമ്മുടെ ബാഗിൽ നിന്ന് പരലോകത്തേക്കുള്ള യാത്രയിലേക്കുള്ള ഒരുക്കത്തിലുള്ള ബാഗിൽ വലിയ 2-3 ഓട്ടയുള്ള പോലത്തെ ഫീലിംഗ് ആണ് ശരിക്കും. അതിങ്ങനെ ഉതിർന്ന് വീണ് പോവാണ് നമ്മുടെ അമലുകളൊക്കെ വേറെ തിന്മയിലൂടെ. അപ്പൊ അത്തരത്തില് വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു ആയത്താണ്. അതുകൊണ്ട് തന്നെയാണ് ഇന്നിപ്പോ ഞാൻ ഈ ആയത്ത് തന്നെ എടുക്കാന്ന് വിചാരിച്ചത്. നമുക്ക് ഉപകാരപ്പെടുന്ന അള്ളാഹു അത്തരത്തില് നല്ല സത്യവിശ്വാസികളായി മുഹ്സിനീങ്ങളിലും സ്വാബിരീങ്ങളിലും മുഅ്മിനീങ്ങളും അള്ളാഹു നമ്മളെ ഉൾപ്പെടുത്തുമാറാകട്ടെ. സ്വന്തത്തോട് ജിഹാദ് ചെയ്ത്, സ്വന്തം ദേഹേച്ഛകളോട് പൊരുതി, സ്വന്തം നാവിനെ അടക്കി നിർത്തി അത്തരത്തില് പിടിച്ചു നിർത്താൻ പറ്റുന്ന കഴിവുള്ള ദൃഢ വിശ്വാസമുള്ള ആളുകൾ അള്ളാഹു നമ്മൾ ഉൾപ്പെടുത്തുമാറാകട്ടെ. നല്ലത് മാത്രം പറയുന്ന നാവും നല്ലത് മാത്രം ചിന്തിക്കുന്ന മനസ്സും അള്ളാഹു നമുക്ക് പ്രദാനം ചെയ്യുമാറാകട്ടെ. നല്ലത് മാത്രം പറയുന്ന മനസ്സ്, നല്ലത് മാത്രം ചിന്തിക്കുന്ന ഹൃദയം, അത് അള്ളാഹുവിന്റെ അനുഗ്രഹമാണ്. അത്തരത്തിലുള്ള അനുഗ്രഹം ലഭിച്ച ആളുകളിൽ അള്ളാഹു നമ്മൾ ഉൾപ്പെടുത്തുമാറാകട്ടെ. സുബ്ഹാനകല്ലാഹുമ്മ ബിഹംദിക അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്. സുബ്ഹാന റബ്ബിക റബ്ബിൽ ഇസ്സത്തി അമ്മാ യസിഫൂൻ വസലാമുൻ അലൽ മുർസലീൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വൽ അസ്രി ഇന്നൽ ഇൻസാന ലഫീ ഖുസ്ർ ഇല്ലല്ലദീന ആമനു വഅമിലുസ് സ്വാലിഹാത്തി വതവാസൗ ബിൽ ഹഖ് വതവാസൗ ബിസ് സബ്ർ. ആമീൻ.